പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ജോയ്സ് ടി വി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും ഈ സന്ധ്യാകാലം അറിയിക്കുന്നു. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ സാക്ഷ്യങ്ങൾ ഓരോന്നും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും കാരണമായി തീരുന്നു എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് പകൽ സന്ധ്യാകാലം നമ്മളോട് ചേർന്ന് തൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ബ്രദർ മധുകുമാർ ഫ്രം ട്രിവാൻഡ്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരൻ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ട് ബ്രദറെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ആട്ടെ, ഞങ്ങളോടൊന്നിച്ച് അല്പം മിനിറ്റുകളായിരിക്കും. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിനും ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങൾക്കൊന്നിച്ചൊരു കൂട്ടായ്മ കർത്താവ് തന്നല്ലോ. പ്രിയ സഹോദരൻ മധുകുമാറിനായ സ്തോത്രം. തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കർത്താവെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം. കരങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ സഹോദരൻ്റെ അനുഭവ സാക്ഷ്യങ്ങളെ ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. തുടങ്ങാം. എന്റെ പേര് മധുകുമാർ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം പിന്നെ എനിക്കും ഇങ്ങനെ ഒരു അവസരം ഈ ജോയ്സ് ടി വി എനിക്ക് ഒരുക്കി തന്ന അതിന് ദൈവത്തോട് നന്ദി പറയുന്നു പാരമ്പര്യമായി. അതുകൂടാതെ തന്നെ പാസ്റ്റർ, അതിന്റെ മിനിസ്ട്രി നടത്തുന്ന എല്ലാവർക്കും എൻ്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു അവസരം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ പേര് മധുകുമാർ പറഞ്ഞല്ലോ. ഞാൻ തിരുവനന്തപുരത്തിന് കുറച്ച് ഉള്ളിലോട്ട് ഒരു ഗ്രാമപ്രദേശമാണ് ചെമ്പൂർ എന്ന് പറയും. ചെമ്പൂര് വേറെ പല ചെമ്പൂരുള്ളത് കൊണ്ട് കാട്ടാക്കട ചെമ്പൂർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, വെള്ളട്ട ചെമ്പൂര്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഹൈന്ദവരാണ്. നമ്മള് SNDP കാരാണ്. അച്ഛന്റെ പേര് സുകുമാരപ്പണിക്കർ, അമ്മയുടെ പേര് ഓമന. അങ്ങനെ അവർക്ക് 4 മക്കളില് മൂന്നാമനാണ് ഞാൻ. എൻ്റെ മൂത്തത് 2 പേര് സഹോദരിമാരാണ്, ചേച്ചിമാരാണ്. മൂന്നാമത് ഞാനാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. എനിക്കിപ്പോ വയസ്സ് 56 വയസ്സായി. 56 വയസ്സ് പ്രായമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അവിടെ അമ്മയ്ക്കും അച്ഛനും ജനിച്ചു വളർന്ന്, മൂന്നാമനായി ജനിച്ചു വളർന്ന്, അങ്ങനെ എൻ്റെ ബാല്യകാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിത്തം ഒക്കെ പോവുകയും പഠിത്തത്തിന് ഇത്തിരി പിന്നിലോട്ടാണ് അന്ന് ആയിരുന്നത്. എൻ്റെ ചേച്ചിമാർ 2 പേരും നല്ല പഠിക്കുമായിരുന്നു. അവര് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു വന്ന് ഇപ്പൊ ഒരു 6ാം സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഒരു കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു ചേർന്ന് ഞാനും എൻ്റെ അനിയനുമായിട്ട് ഒരു ഈ കരാട്ട പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ബാല്യകാലത്ത് തന്നെ ഉണ്ടായി. അങ്ങനെ കടന്ന് വീട്ടിലറിയാതെയാണ് ഈ എൻ്റെ സ്കൂളിലുള്ള പരിചയത്തിൽ കൂട്ടുകാരനെ കൊണ്ടുപോയത്. അത് കുറച്ച് നാള് അങ്ങനെ പോവുകയായിരുന്നു വീട്ടിൽ നിന്ന്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് ഉള്ളത്. ഒരു 6 കിലോമീറ്റർ വരെ നടന്നാണ് അവിടെ പോവേണ്ടത്. 6 കിലോമീറ്റർ നടന്നാണ് അവിടെ പോവേണ്ടത്. പോയി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുമായിരുന്നു എൻ്റെ ബാല്യകാലത്തെ കാര്യങ്ങൾ. അപ്പോ അത് പിന്നത്തേന് മനസ്സിലായത് അത് കരാട്ട ക്ലാസ് അല്ല, RSSന്റെ ശാഖയാണ് അത്. അപ്പൊ ഇത് ഇങ്ങനെ സൂര്യ നമസ്കാരവും എല്ലാം പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ പോവായിരുന്നു. പിന്നത്തേന് അറിവ് ആയി വന്നിട്ട് 7ാം ക്ലാസ് ആയി, 8ാം ക്ലാസ് ആയി, 9ാം ക്ലാസ് ആയി. അപ്പോഴൊക്കെ നമ്മൾ ഏകദേശം ഇതിന്റെ അറിവ് ആയി ഇത് ഇങ്ങനെ ഉള്ളതായിരുന്നു. പിന്നെ അതിൽ തന്നെ ഞാനും എൻ്റെ അനിയനെന്ന് പറയുന്നത് എൻ്റെ നേരെ ഈ അനിയനല്ല, എൻ്റെ അച്ഛന്റെ ചേട്ടന്റെ മകനാണ്. നമ്മള് അനിയൻ ചേട്ടന്മാര് സഹോദരങ്ങളാണ്. നമ്മൾ രണ്ടുപേരുമായിട്ടാണ് അവിടെ പോയി
അങ്ങനെ ആയി. പിന്നെ RSSന്റെ ഇതിൽ തന്നെ നമ്മൾ അങ്ങോട്ട് തുടർന്ന് ആ ബാല്യകാലമൊക്കെയും പോയി. പഠിത്തത്തില് പിന്നെ പഠിത്തത്തില് ഒരു കാര്യം എന്നെ വ്യാപരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ചേച്ചിമാര് ആ പ്രായത്തിലുള്ള ചേട്ടന്മാരെല്ലാം പഠിച്ചിട്ട് അവർക്ക് ഉദ്യോഗം ഇല്ല, പഠിച്ച് ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരു കാര്യം എന്നെ വ്യാപരിച്ചു. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി. എന്റെ ചേച്ചിയാണെങ്കിൽ നല്ല അന്നത്തെ SLC PDഗ്രി കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗ് ആണ്. ഇന്നത്തെ കമ്പ്യൂട്ടർ, അന്നത്തെ ടൈപ്പ് റൈറ്റിംഗ് ഓവർ ഷോർട്ട് ഹാൻഡ് പാസ്സായതാണ് എന്റെ ചേച്ചി. അപ്പോൾ ജോലി ലഭിക്കുന്നു, അങ്ങനെ ഒരു കാര്യം എന്നിട്ട് പറയും. അപ്പോൾ അന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച പഠിത്തം ജോലിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത എന്നിട്ട് വന്നു. അങ്ങനെ ആ പഠിത്തത്തിൽ ഞാൻ ഉഴപ്പായി. ഇവർക്ക് ആർക്കും പഠിച്ചിട്ട് ജോലി കിട്ടാത്ത നടക്കണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പഠിത്തത്തിൽ ഉഴപ്പായി. എന്റെ ബാല്യകാലത്തിൽ നമ്മള് സ്കൂളിൽ കയറാതെ ഈ അവിടുത്തെ നമ്മളൊരു കാഴ്ച ടൂറിസ്റ്റ് കേന്ദ്രം ഉള്ളത് നെയ്യാർ ഡാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഡാമില് രാവിലെ പോവുകയാണ് നമ്മളെ പരിപാടി, സ്കൂളിൽ കയറാതെ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ തിരിച്ചു വരും, ബുക്ക് എടുക്കും, വീട്ടിൽ പോകും. ഇങ്ങനെയൊക്കെ ഉള്ള ആ ബാല്യകാലം. അങ്ങനെ ഈ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ഈ അന്നത്തെ ബാല്യകാലം അറിയാലോ, ഒത്തിരി പിന്നെ കുസൃതി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛന് കാപ്പിക്കടയാണ്, ആ ഗ്രാമപ്രദേശ കാപ്പിക്കട. അപ്പൊ ഓണർ എന്നാണ് അന്നത്തെ ചായക്കട, കാപ്പിക്കട ഓണർ എന്നാണ് എൻ്റെ അച്ഛനെ അറിയപ്പെടുന്നത്. സുകുമാരപ്പണിക്കർ എന്ന് വെച്ചാൽ പേര് പറഞ്ഞു വിളിക്കില്ല, ഓണർ എന്നാണ് അന്ന് അവിടുത്തെ കൃഷിക്കാരെല്ലാം വിളിച്ചു വരുന്നത്. അപ്പൊ എൻ്റെ അച്ഛന് മാത്രമേ ആ ഗ്രാമപ്രദേശത്തിൽ ചായ ഇന്നുള്ളതുപോലെ എല്ലായിടവും ഇല്ല, കുറച്ച് കിലോമീറ്ററിനിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു കടയും ഒരു മുറുക്കാൻ കടയൊക്കെ കാണും. എൻ്റെ അച്ഛനാണ് കാപ്പി. അപ്പോൾ ഈ കാപ്പിക്കട അച്ഛന് കൊടിക്കൃഷിയുണ്ട്, പിന്നെ വീട്ടിൽ മാടുണ്ട്. ഇതെല്ലാം കാപ്പിക്കടയിലെ അരിയൊന്നും മില്ലിലൊന്നും അന്ന് കൊണ്ടുപോകാറില്ല. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലാട്ടണ അരി വലിയ ആട്ടുകല്ലിൽ നമ്മൾ കുടുംബമായിട്ട് ഞാൻ ചേച്ചി മാറി മാറി ഇങ്ങനെ ആട്ടി അവിടുത്തെ അന്നത്തെ ആ ഭക്ഷണ ചമ്മന്തി എല്ലാം അന്ന് മില്ല് ഇങ്ങനെയുള്ള സമ്പ്രദായമല്ല, വീട്ടിൽ ആട്ടുകല്ലിനാൽ നമ്മൾ തന്നെ കടയിലാകുന്നത്. പിന്നെ സ്റ്റാഫുകളൊന്നുമില്ല, അച്ഛൻ തന്നെ അവിടുത്തെ കട. അങ്ങനെ പോകുമ്പോഴും ചെറിയ കുസൃതി കൊണ്ട് മാട്ടിന് പുല്ല് പറിക്കാനും പുഴയിറക്കാനും കൂട്ട് കയറി ചേർന്ന് പോകുമ്പോഴും നമുക്കൊരു ഒരു ഗോപി ഇതുണ്ടായി. ചീട്ട് കളിയിലെ ഒരു സംവിധാനം നമ്മൾ പഠിച്ചു. ചീട്ട് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വെച്ചിട്ടില്ല, ചെറുതായിട്ട് ഇങ്ങനെ സെറ്റ് കളി എന്ന് പറയാറുണ്ട്. 1, 2, 3 ഇങ്ങനെയുള്ള അത് കളിച്ച് ഇത് കളിക്കാൻ പാടിയ ഈ കാപ്പിക്കടയിൽ അവിടെ ഈ കൃഷിക്കാർ പണി കഴിഞ്ഞിട്ട് ഒരു കളി ഇതുണ്ട്, ചീട്ട് കളിയുണ്ട് അന്ന്. അങ്ങനെ അവരിൽ കണ്ടാണ് നമ്മളും പഠിച്ചിങ്ങനെ. അത് ഇങ്ങനെ വീട്ടിൽ കാണാതെ ഈ പുല്ലിലും പുഴയെ ഇറക്കാൻ പോണ, മാട് മേയ്ക്കാൻ പോണ കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്. വീടും ആള് താമസവും ഒന്നും ഇല്ലാത്ത പാറയെടുക്കും കുറച്ച് സ്ഥലങ്ങൾ. അവിടെ നമ്മൾ ഈ കാട്ടിന്റെ ഈ ഞെറങ്ങണ പുല്ലുണ്ട്, പുല്ലിന്റെ ഇടയിൽ ഞാൻ അവിടെ വെച്ച് കാട്ടി. ഇതെങ്ങനെ അച്ഛൻ അറിഞ്ഞു ഈ സംഭവം ഇങ്ങനെ. അങ്ങനെ അച്ഛൻ അന്വേഷിച്ചു വന്നു, കണ്ടുപിടിച്ചു. അന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ അന്ന് ആളിന്റെ കാര്യം പോക്കായിരുന്നു. അങ്ങനെ അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണ്. ഇത്തിരി കളരി അഭ്യാസവും അവിടെ ഉള്ളവർക്കൊക്കെ ഇത്തിരി ഒരു പേടി സ്വപ്നമാണ് എൻ്റെ അച്ഛനും കേട്ടോ. എന്ന് വെച്ചാൽ അച്ഛന്റെ പേര് അനന്തൻ, പുതുവൽ അനന്തൻ എന്ന് പറഞ്ഞാൽ അവിടെ അറിയപ്പെടുന്നവരാണ്. അനന്തന്റെ ഇളയ മകനാണ് എൻ്റെ അച്ഛൻ, സുകുമാരപ്പണിക്കർ. ഇപ്പൊ പുള്ളിക്കാരെ ഇത്തിരി അഭ്യാസവും ഇത്തിരി പേടിയും ഭയവും ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ കിട്ടിക്കഴിഞ്ഞ അതുകൊണ്ട് അന്ന് രാത്രിയില് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു പോലീസുകാരൻ, അന്നത്തെ പോലീസുകാരൻ്റെ അന്ന് നിക്കറിട്ട പോലീസുകാരൻ, അവൻ്റെ അച്ഛൻ പോലീസുകാരൻ, അവനും എൻ്റെ കൂട്ടുകാരനുമായിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഗ്രാമപ്രദേശത്ത് അന്ന് രാത്രി വണ്ടി കയറി തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഉണ്ടെന്നുള്ള ഒരു അറിവുണ്ട്. ഹോട്ടലിൽ കണ്ടുപരിചയമുള്ള വീട്ടിനകത്തുള്ള എൻ്റെ പ്രായത്തിലുള്ളവരുണ്ട്, അവൻ നേരത്തെ അവിടെ. അങ്ങനെ യാദർശ്യമായിട്ട് വേറെ ആരെയും കൈപ്പെടാതെ ഇതെല്ലാം ദൈവത്തിന്, അത് പറഞ്ഞു വരുന്നത് ദൈവം എന്നെ കൊണ്ടുപോയ വഴികളാണ്. എന്നെ ദൈവം അത് പറയാൻ കാര്യം ഈ വചനം പറയും പോലെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എൻ്റെ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു. അതിങ്ങോട്ട് പറഞ്ഞു വരുമ്പം അത് മനസ്സിലാവും. ആ കണ്ടിരുന്നത് കൊണ്ടാണ് അന്ന് തിരുവനന്തപുരം പട്ടണം സിറ്റിയിൽ വന്നിട്ട് നമ്മളെ ഈ കൊച്ചു പയ്യന്മാര് നമ്മളെ രണ്ടുപേരെയും കണ്ടിട്ട് ആരെയും കണ്ണിൽ കണ്ടില്ല എന്ന് മാത്രം തന്നെ അന്ന് അടിച്ചോണ്ട് പോകണം. അന്ന് രാത്രി നമ്മൾ അലുമിനിയം കമ്പനിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വന്ന് അറ്റൻഡ് ചെയ്ത ആളുകളുണ്ട്.
അന്ന് എന്നെ കണ്ട് അവർക്ക് മനസ്സിലാവും, ഇങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും ഇത് വന്നിരിക്കണം, നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലായി അവർക്ക് ഇങ്ങനെ തെറ്റി വന്നതാണ്, അല്ലെങ്കിൽ വീട് വിട്ട് വന്നതാണെന്നുള്ള. ടൗണിൽ നമ്മളിങ്ങനെ പേരുമില്ല. പക്ഷെ അത് പിന്നത്തേന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ആ സംഭവം. അന്ന് അവരെ കിട്ടി എന്തോ നമ്മളെ കൊണ്ടുവന്ന് പറഞ്ഞത് അലുമിനിയം കമ്പനിയിൽ കൊണ്ടുവന്ന് പണി തരാന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ വന്നത്. പക്ഷെ അവരിൽ നിന്നെങ്ങനെ തെറ്റിപ്പിരിഞ്ഞു. ഈ കൂട്ടുകാരനെ കണ്ട് അങ്ങനെ അവിടെ ഹോട്ടലിൽ ജോലി വാങ്ങി തന്ന് അങ്ങനെ നമ്മൾ അവിടെ രണ്ടുപേരുമായിട്ട് അവിടെ ഹോട്ടലിൽ ജോലിക്ക് കയറി. പിന്നെ വീട്ടിൽ നിന്ന് വന്ന് അന്വേഷിച്ചു, അവര് കണ്ടുപിടിച്ചു പട്ടത്ത് അവിടെ വെച്ചു കണ്ടുപിടിച്ചു. അവിടെ നിന്ന് വീട്ടിലേക്ക് വിളിച്ചു, വീട്ടിൽ പോയില്ല, പേടിച്ച് വീട്ടിൽ പോയില്ല. പിന്നെ വിട്ടിട്ട് പോയി, അച്ഛനും അമ്മയും വേണ്ടത്തക്കവരെല്ലാം അന്ന് അവിടെ വിട്ടിട്ട് പോയി. സുരക്ഷിതമായിട്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് പോയി. അവിടെ നിന്ന് ഹോട്ടലിൽ ജോലി ചെയ്ത് പിന്നെ അങ്ങോട്ടുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളും, പിന്നെ അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് എൻ്റെ ഈ ബാക്കി കാര്യങ്ങൾ തോന്നുന്നത്. പിന്നെ പുകവലി, അന്ന് പുകവലി ബീഡിയല്ല, ചുരുട്ടാണ്. ഒരു പിന്നെ 10 പൈസ 5-10 പൈസ കൊടുക്കും, ഇത്ര നീളമുള്ള ഒരു ചുരുട്ട് കിട്ടും ആ കടയിൽ. ആ ചുരുട്ട് 2-3 പ്രാവശ്യമായിട്ട് വലിക്കും, എല്ലാവരും വലിക്കണ കണ്ടിട്ട് വലിക്കും. പിന്നെ അവിടെ വെച്ച് തന്നെ മദ്യവും ചായലച്ച ഉപയോഗിച്ച് തുടങ്ങി. ഹോട്ടൽ പണിക്ക് ഇതിൽ തന്നെ ആളുകളുണ്ട്, വലിയ മൂത്ത ആളുകളുണ്ട്. ആ ഹോട്ടൽ ജോലി കഴിഞ്ഞ് രാത്രിയിലാവുമ്പോൾ അവരെ കൂട്ടത്തിൽ നിന്ന് അങ്ങനെ മദ്യം കഴിച്ച് അങ്ങനെ ഈ ഇതാണ്. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ വീട്ടില് പോവാൻ തുടങ്ങി. പിന്നെ രണ്ടാമത് വീട്ടിൽ ചെന്ന് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ വഴക്കൊന്നുമില്ല. അങ്ങനെ ആയി വീട്ടിലുമായിട്ട്. പിന്നെ വീട്ടിൽ വന്നും പോയും ഒക്കെ നിന്നിട്ട് നമുക്ക് എൻ്റെ അച്ഛന്റെ വകയിലും അമ്മയുടെ വകയിലും ഇത്തിരി ഭൂമിയൊക്കെ നമുക്കുള്ളവരാ. നമ്മൾ തീരെ പാവപ്പെട്ടവരല്ല, എന്നാലും ഭൂമിയുണ്ട്. കൃഷിഭൂമികളാ ഉള്ളത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അങ്ങനെ കൃഷിഭൂമി ഈ ബൈബിളിൽ പറയും, വേദോസ് പറയും, മുടിയനായ പുത്രനായ ഞാൻ പ്രായമൊക്കെ അങ്ങനെ എപ്പോഴും എൻ്റെ സഹോദരിമാരെ പിന്നെ കല്യാണം അയച്ചു. എൻ്റെ ഇളയ സഹോദരിക്കാണ് ആദ്യം കല്യാണം വന്ന്. ഇളയ സഹോദരി, മൂത്ത സഹോദരി ടൈപ്പ് റൈറ്റിംഗ് ഇങ്ങനെ കാര്യങ്ങൾ നിൽക്കണമുണ്ട്, പഠിത്തത്തിന്റെ ഇത് നിൽക്കണം. എൻ്റെ ഇളയ സഹോദരിയെ വിവാഹം അയച്ചതിന് ശേഷം പിന്നെ മൂത്ത സഹോദരി അയക്കാൻ വേണ്ടി ഞാൻ കൂടി സഹായിച്ചു. അന്ന് മൂത്ത സഹോദരി അയച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഊഴമാണല്ലോ, അപ്പൊ ആ സഹോദരിയെ കൂടി അയച്ച് പിന്നെ ഞാൻ പിന്നെ എൻ്റെ ഷെയർ ചോദിച്ചു. മുടിയനായ പുത്രനെ പോലെ എൻ്റെ ഷെയർ ഞാൻ വീട്ടിൽ ആവശ്യപ്പെട്ടു. അപ്പോ പറഞ്ഞു, ഇത് കാര്യം പറഞ്ഞു, ഈ സഹോദരിയെ പിന്നെ വിവാഹം വന്നപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയെ കൊണ്ട് കാണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വില കിട്ടണ ഭൂമി മാറ്റി വെച്ചിട്ട് ഇതൊക്കെ കുറഞ്ഞ ഈ വില ഗ്രാമപ്രദേശത്തുള്ള പലയിടത്തായിട്ടുണ്ട് ഭൂമി. അപ്പൊ എൻ്റെ അമ്മയുടെ മാതാവിന്റെ ഭൂമി ഒരു ഏക്കറോളം ഭൂമി ഒരു ഗ്രാമപ്രദേശത്തുണ്ട്, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് കീഴാറു എന്ന് പറയുന്നത്. ആ ഭൂമി കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ തന്നു. പിന്നെ അത് മാറ്റിയിട്ട് വേറെ ഭൂമി കൊടുത്ത് അവരെ കെട്ടിച്ചു. അപ്പൊ ഈ ഭൂമി ആർക്കും വേണ്ടാതെ കിടക്കുന്ന 1 ഏക്കർ ഭൂമി അത് പിന്നെ എൻ്റെ കയ്യിലാണ്. അങ്ങനെ വീട്ടിന്റെ അവിടെ ഈ ഹോട്ടൽ ജോലി ചെയ്ത് വീട്ടിന്റെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്ന് വെച്ചാൽ ഇത്തിരി ഒരു മാറി നിൽക്കേണ്ട ഒരു പ്രശ്നമാണ്. ഞാനും കൂടി അതിൽ കൂട്ടത്തുള്ളത്. അങ്ങനെ ഒരു അടിപിടി കേസിൽ അത്യാവശ്യമായിട്ട് മാറി നിന്നേ പറ്റൂ അവിടെ നിന്ന്. അങ്ങനെ മാറി എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ വന്ന് ഒരാഴ്ച മാറി നിൽക്കേണ്ടി വരും. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോണേ. എനിക്ക് ആരെയും പേടിച്ച് ഒരിടത്ത് അങ്ങനെ ഒളിച്ചു കഴിയണ അല്ല എന്നുള്ള ഒരു ഇതില് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ മാറി നിന്നപ്പോ എൻ്റെ അമ്മയുടെ സഹോദരന്മാര് 4 പേരുണ്ട്. അവരും കൂട്ടത്തിൽ ഇവിടെ അവരെ വട്ടത്ത് വന്ന്. അപ്പോൾ ഞാൻ ഈ പ്രശ്നക്കാരനായതുകൊണ്ട് അവരെന്നെ അവിടെ നിർത്താൻ കരുതി. അവര് എന്നെ ശ്രമിച്ച് അവിടെ നോക്കി അങ്ങനെ അവിടെ നിർത്തി. അപ്പോൾ പറഞ്ഞ് എൻ്റെ മാവന്മാര് പറഞ്ഞ് അന്ന് അവിടെ ജോലിയുണ്ട്. പിന്നെ നമ്മളെ ആൾക്കാർ എൻ്റെ അപ്പൂന് എൻ്റെ പറമ്പിൽ ജോലിയുണ്ട്, ജോലിക്ക് പോയി അതിൽ ശമ്പളം തരും. ആഹാരമല്ല എൻ്റെ മാവന്മാരുടെ കൂട്ടത്താണ്. പിന്നെ അവിടെ എൻ്റെ സാധനമുണ്ട്, വാറ്റ് അവിടെ ഉണ്ട്, അവിടുത്തെ പറമ്പിൽ തന്നെ വാറ്റുണ്ട്. അതിന് കാശ് കൊടുക്കണ്ട, നമുക്ക് പരിചയക്കാരി തന്നെ നമ്മളെ വിളയിൽ തന്നെ വാറ്റണം. അപ്പോഴങ്ങനെ മാവന്മാരാരും മദ്യപിക്കുന്ന ആളുകളല്ല. മാവന്മാര് പിന്നെ വലിയ ഭക്തന്മാരാ എൻ്റെ അമ്മയുടെ സഹോദരന്മാര്. ഒരാള് പോലീസാണ്, പിന്നെ പോലീസിലെ ജോലി കിട്ടിയതാ. പിന്നെ എല്ലാം ഭക്തന്മാരാ. രാമായണം വായിപ്പും
പിന്നെ അങ്ങോട്ടുള്ള പിന്നെ ഈ ആൽത്തറയിൽ വിളക്ക് കൊടുത്തി കൊടുപ്പ് അങ്ങനെയുള്ള ഒരു ഏരിയ. അപ്പൊ അവിടെ വിളക്ക് എത്തിക്കണം. അങ്ങനെ അവർ ഭക്തന്മാരാ, 4 പേരും ഭക്തന്മാരാ. എന്നാൽ ഞാൻ ഈ ചേഴാറിനായ സഹോദരിയുടെ മകനായ ഞാൻ എല്ലാ മറ്റ് നേരെ തിരിച്ച. എന്നാൽ അവിടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഉള്ള ആളാണെന്ന് അവർക്ക് അറിയാം. അങ്ങനെ പോകുമെന്നും അവർ കൂട്ടുണ്ടെന്നും അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവര് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ എന്റെ മാന്യമായിട്ട് വേറെ ആർക്കും ശല്യമില്ലാതെ അങ്ങനെ പോകും. അവിടെ പോയി ഈ ഭൂമി എനിക്ക് തരാമെന്ന് വാക്കാലെ എന്റെ മാതാവ് പറയുണ്ടായി. ഈ ആർക്കും വേണ്ടാത്ത ഈ 1 ഏക്കർ ഭൂമി എനിക്ക് തരാം, ഞാൻ അവിടുത്തെ ആളായി വഴി സൈഡിലോട്ട് എനിക്കൊരു ഭവനം വെച്ച് തരാമെന്ന് എന്റെ മാവന്മാര് പറഞ്ഞു. നീ ഇവിടെ നമ്മളെ കൂട്ടത്തുനിന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു വരാൻ കാര്യം അത് അങ്ങനെയായി. അപ്പോഴേ ഈ ഭൂമി അന്ന് തൊട്ട് പിന്നെ ഞാൻ ഈ മറ്റു പുറത്ത് ജോലിക്ക് പോണ കാശും എല്ലാം കൂടി എടുത്ത്, അന്ന് എനിക്ക് വയസ്സ് ഒരു 20 വയസ്സ് ആയതേ ഉള്ളൂ. അന്ന് കളിച്ച് നടക്കേണ്ട പ്രായം എന്ന് വെച്ചാൽ അവിടെ ഇവരെ കൂട്ടത്തായി ഞാൻ ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ മോശക്കാരനാണെങ്കിലും എൻ്റെ ഉള്ളില് ജീവിക്കണം, എനിക്ക് ജീവിച്ച് ഞാൻ എൻ്റെ കാശുണ്ടാകുന്ന എൻ്റെ സഹോദരങ്ങളെയൊക്കെ സഹായിക്കണം എന്നുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. അതാരും അറിയാതെ പോയി. ഇന്നും ആ മനസ്സ് എന്നിലുണ്ട്, അതറിയാതെ പോയി. അങ്ങനെ ആ ഭൂമി ഞാൻ കൃഷി ചെയ്യാൻ തുടങ്ങി. കൃഷി ചെയ്ത് എൻ്റെ കൂട്ടുകാരെ എൻ്റെ മാവനടക്കം വന്ന് കൃഷി ചെയ്ത് ആർക്കും വേണ്ടാതെ എന്ന് വെച്ചാൽ ഒരു സന്ധ്യ ആകുമ്പോൾ ഒരു 5 മണി ആവുമ്പോഴേ സൂര്യൻ അങ്ങ് ഒരു 2 മലയുടെ ഇടുക്കിലാണ്. സൂര്യൻ മറയുമ്പം തന്നെ ഈ കുറുക്കൻ വിളിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. കുറുക്കൻ കൂവാൻ തുടങ്ങും ആ സ്ഥലം. അവിടെ ഈ മരങ്ങളെല്ലാം പിടിച്ച്, ഈ 1 ഏക്കർ തറയിൽ മരങ്ങളല്ല, ആ മരങ്ങളെല്ലാം മുറിച്ച് ആർക്കും വേണ്ട, വിറവൊന്നും അവിടെ ആർക്കും വേണ്ട, കരി ഉണ്ടാക്കി ഒരു പ്രായം ചെന്ന ഒരു അമ്മാവനെ കൂടി നിർത്തി ഞാനും കൂടി നിർത്തി കരി ഉണ്ടാക്കി അതിനെ ചാക്ക് കണക്കിന് വിറ്റ് ആ കാശും ഞാൻ ജോലി ചെയ്ത കാശും എല്ലാം കൂടി ഈ 1 ഏക്കർ വസ്തു ഞാൻ പണിത് ഈ റബ്ബർ വെക്കാൻ വേണ്ടി കുഴിയെടുത്ത് കല്ലടിക്ക് എല്ലാം ആയി റെഡിയായി വന്ന് ഈ വാക്കാലെ പറഞ്ഞ ഭൂമി ഞാൻ വീട്ടിൽ ചെന്ന് വീണ്ടും ഇത്തിരി പൈസ കൂടി ഉണ്ടാക്കി ആവശ്യപ്പെട്ട്. അപ്പൊ എൻ്റെ അമ്മ ഈ വാക്ക് മാറി എനിക്ക് ഭൂമി അങ്ങനെ തരൂല, എഴുതി തരൂല. അങ്ങനെ എൻ്റെ സമ്മതലേറ്റി എൻ്റെ എല്ലാ ഞാൻ എൻ്റെ ഈ സങ്കല്പങ്ങളെല്ലാം എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ തകരയാണ്. അതോടെ അത് വെച്ചിട്ട് ഞാൻ പിന്നെ വീട്ടില് പ്രശ്നമായി, നാട്ടില് പ്രശ്നമായി. വീട്ടിലെ പ്രശ്നമാണ് നാട്ടില് ഇറങ്ങിപ്പോണത്. വീട്ടിൽ ആരെയും ഉപദ്രവിക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലുള്ളവര് ഈ ഉള്ളിൽ പോയിട്ട് പിന്നെ അവിടെ ഷാപ്പുണ്ട് ഈ ഗ്രാമപ്രദേശം. ഷാപ്പിൽ പരസ്യമായിട്ട് മദ്യം കഴിക്കും. പിന്നെ ബാക്കി അവിടെ ഒരു പേടി സ്വപ്നം പോലെ ഈ ചെമ്പൂര് ദേശത്ത് ഞാൻ അങ്ങനെ കഴിഞ്ഞു. മറ്റുള്ളവരെ ഉടയൻ നിൽക്കുമ്പോ ഇന്നൊക്കെ ഞാൻ പിന്നത്തേന് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം അവരോടത്തൊക്കെ ക്ഷമ ചോദിച്ചു, ഞാൻ നിരപ്പ് പ്രാപിച്ചു. ഉടമസ്ഥർ നിൽക്കുമ്പോ തന്നെ അവരെ തെങ്ങിൽ കയറി കരിക്ക് അടത്ത് അവര് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഒരിക്കലും ആരും അങ്ങനെ അംഗീകരിച്ച് തരാത്തതാണ്. അവര് നിൽക്കുമ്പോ തന്നെ കരിക്കടത്ത് വിശപ്പിന് ദാഹത്തിന് കുടിക്കാനാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക്. അത് ഷാപ്പിൽ കൊണ്ടുവന്ന് കള്ളിൽ ഒഴിച്ചു കുടിക്കാൻ വേണ്ടിയാണ് ഈ കരിക്ക് നടത്തുകൊണ്ട് പോകുന്നത്. പിന്നെ അവരെ വയലിന്റെ സൈഡിൽ കരയിൽ നിൽക്കണ കൊല മുറിച്ച് രാത്രിയിൽ മുറിച്ചിടും. വിൽക്കാനൊന്നുമല്ല, അത് പഴുക്കുമ്പോ എടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആരെടുത്തെന്നൊക്കെ അവർക്കറിയാം. എന്നാലും അവരൊരു കേസ് കൊടുക്കാനോ ഒരു പെറ്റീഷൻ കൊടുക്കാനോ പോലെ അത് പറയുന്നപ്പോ അത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം എന്നുള്ള ഇതില് അവര് ഇതെല്ലാം സഹിച്ചും പുറത്തും ആ നാട്ടുകാർ അങ്ങനെ പോവുകയായിരുന്നു. ഒരു കോടി സ്വപ്നമാണ്. അങ്ങനെ ഞാൻ കഴിഞ്ഞ് അവിടെ അങ്ങനെ ആ നാട്ടുകാർക്കും പ്രശ്നം വളരെ മോശമായിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഈ പാവത്തിന് എന്റെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ പാവികൾ ഒന്നാമൻ ആയിരുന്നു. എന്റെ കൂട്ടത്തുള്ളവർ എന്റെ കൂട്ടുകാർ അല്ലെങ്കിൽ എന്റെ ആ ചെറുപ്പ പ്രായത്തിലോ മറ്റൊരാള് എന്നെ പോലെ
ഈ പാവം ചെയ്ത് ജീവിച്ച ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നെ വേറെ കാണുമായിരിക്കും, മറ്റുള്ളിടത്ത് കാണുമായിരിക്കും, പക്ഷെ എന്റെ കൂട്ടത്തിൽ അങ്ങനെ ഒരാളില്ല. ഞാൻ ചെയ്ത പോലെ എന്തിനും ഏതിനും ഈ മദ്യം ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലാത്ത സമയത്ത് വേറെ ഞാൻ ശാന്തന നല്ല ആളാണ്. പക്ഷെ മദ്യം കഴിക്കുമ്പോൾ ഈ ആളല്ല വേറൊരാളായി ഞാൻ മാറും. ഇതാണ് എന്റെ മെയിനായിട്ട് ഉള്ള ഒരു എന്റെ ജീവിതത്തിലുള്ളത്. ഈ മദ്യം കൂടാതെ മദ്യം എനിക്കൊരു സന്തോഷമാണ്. മദ്യം വരുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ആ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളായി ഞാൻ മാറും. മറ്റൊരാളെന്ന് വെച്ചാൽ പിന്നെ എന്തും ഏതും ആര് വിളിച്ചാലും എവിടെയും ഏത് രാത്രിയിലും പോവാൻ ഞാൻ തയ്യാറാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏത് രാത്രി എവിടെയും എന്ത് പ്രശ്നത്തിനും പോവാൻ. അങ്ങനെ പലരും എന്നെ അതിനു വേണ്ടി ഉപയോഗിച്ച നാളുകളുണ്ട്, ഇത്തിരി നാളുകളുണ്ട്. ഞാൻ ഉപയോഗിച്ചെന്നല്ല അവരെ വിലക്കാർ. എന്റെ സ്വയം ഇഷ്ടത്തോടെ ഞാൻ പോണത് അവർക്ക് വേണ്ടി സഹായിക്കാൻ, എന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, അവർക്ക് വേണ്ടി സഹായിക്കാൻ എന്റെ സ്വയം ഇഷ്ടത്തോടെ പല ആവശ്യങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ മദ്യം എനിക്ക് തന്നു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര പേര് വന്നിരുന്നാലും പലരും എന്നെ പിടിച്ച്, വലിയ അഭ്യാസികൾ എന്നെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവരിലൊന്നും നിൽക്കാൻ പറ്റില്ല. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവരിലൊന്നും എന്നെ നിർത്താൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു അമാനുഷ ശക്തി എന്നിൽ ഉണ്ടാവും. ആര് പിടിച്ചാലും എന്നെ കിട്ടൂല. ആര് പിടിച്ചാലും അവിടെ പ്രശ്നമാണ്. അവിടെ ഒരു ആന നിൽക്കുകയാണ്, അങ്ങോട്ട് പോവല്ലേ മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, ഞാൻ പോയിരിക്കും. അതാണ് എൻ്റെ ഈ മദ്യം കഴിച്ചാലുള്ള എൻ്റെ വിഷയം. അതുകൊണ്ട് മദ്യം എൻ്റെ ഒരു കൂടപ്പറപ്പാ. മദ്യം അതൊരു സുഖമാവും. അത് മദ്യം കഴിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിന്റെ സുഖം അറിയൂ. എനിക്ക് അത് പ്രത്യേക ഒരു സുഖമാണ് മദ്യം കഴിക്കുമ്പോൾ. മദ്യം കഴിക്കുക അതൊരു ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് മാറി. എന്ത് പ്രയാസമോ എന്ത് വിഷമോ എന്ത് പ്രശ്നമോ ഉണ്ടായിരുന്നാലും ഞാൻ മദ്യം കഴിച്ചിരിക്കും. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും. അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു ഇത് എനിക്ക് കിട്ടും. അങ്ങനെ ഞാൻ മദ്യവും പിന്നെ അതിനുശേഷം ഈ ടൗണിൽ വന്ന് ഈ കഞ്ചാവിന്റെ അന്നത്തുള്ള ലഹരി എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഉപയോഗിച്ച് വിൽക്കുന്ന ആളാണ് അന്ന് ഞാൻ. അതിനും ഞാൻ കഴിയും. പക്ഷെ എന്നാൽ ഇതിനൊന്നിനും അടിമപ്പെട്ടിട്ടില്ല, അഡിക്റ്റായിട്ടില്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ അഡിക്റ്റായി. എന്ത് കാര്യത്തിനായിരുന്നാലും ഞാൻ കഴിക്കണം. അങ്ങനെ ഈ പ്രശ്നം മദ്യം കഴിച്ചിട്ട് ഈ വീട്ടിന്റെ പ്രശ്നത്തില് ഷാപ്പടിച്ച് പൊട്ടിച്ച ദിവസങ്ങളുണ്ട്. പിന്നെ അല്ലാതെ ഉള്ള പുറത്ത് ഈ വീട്ടിലെ വിഷയമാണ്. എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, അത് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാം വീട്ടിൽ എന്റെ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് ഭൂമി എനിക്ക് എഴുതി തരണം. ഞാൻ മരിക്കാനല്ല, അങ്ങനെ ഞാൻ മരിക്കാനല്ല. എന്റെ അമ്മയും അപ്പനും എന്റെ സഹോദരനും കണ്ടു കഴിഞ്ഞാൽ മരിക്കുമെന്ന് അവർക്ക് തോന്നി എനിക്ക് ഭൂമി എഴുതി തരണം. അതുകൊണ്ട് ഞാൻ പല പ്ലാനിലും വീട്ടിന് തട്ടുണ്ട്, വലിയ വീടാണ് എന്റെ കുടുംബ വീടെന്ന് പറഞ്ഞത്. തട്ടുണ്ട്, തട്ടിന്റെ മുകളിൽ കയറിയിടുകയും ഇങ്ങനെയൊക്കെ ഉള്ള ഇവര് കാണൊക്കെ അല്ലെങ്കിൽ ഒരു തട്ടൊക്കെ. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയ എന്റെ വീട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഞാൻ ആ പ്ലാനിങ് വിട്ടിട്ട് വീണ്ടും പുറത്തിറങ്ങി മദ്യം കഴിച്ച് റോട്ടിൽ കിടക്കും, ചാപ്പടിച്ച് പൊട്ടിക്കും, വേറെ പ്രശ്നം. അങ്ങനെയെങ്കിലും ഇത് എനിക്ക് കിട്ടും എന്നുള്ള ഒരിത്. അപ്പൊ അതിലൊന്നും ഇവര് വഴങ്ങണ ലക്ഷണമില്ല. പിന്നെ നേരെ മാലും ചുരുട്ടി നേരെ വീണ്ടും ടൗണിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതെല്ലാം തയ്യാറാക്കി, എല്ലാ പദ്ധതി എല്ലാം തയ്യാറാക്കി ഒരു ദിവസം ഡേറ്റ് അങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ പോയി പഴയ എന്റെ വളയിൽ തന്നെ പോയി അവിടെ വാറ്റുകാർ വിളിച്ചെന്ന് 2 ഗ്ലാസ് സാധനം. പക്ഷെ ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അന്നത്തെ വാറ്റ് ചാരായം അടിച്ചു കഴിഞ്ഞാൽ അത് ചിലര് അടിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അടിക്കണവരോ അത്തിരി ആംബിയർ ഇല്ലാത്തവർ ഒരു ഗ്ലാസ് 8 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചാരായം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1ഉം 2ഉം ഒക്കെ പോരാൻ സാധ്യതയുണ്ട് ഈ കുടിക്കണം. അത്തരം ആംബിയറുള്ള ഈ സാധനമാണ് ഒറിജിനൽ സാധനം. വാറ്റ് 2 ഗ്ലാസ് സാധനം ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചങ്ങ് അടിച്ചിട്ട് നേരെ വണ്ടി കയറി എന്റെ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ ചെന്ന് ബസ് ഇറങ്ങി അങ്ങനെ ചെന്നപ്പോ കാണാൻ എന്റെ അച്ഛൻ എന്തോ ചെറിയൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ, അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെന്ന് എനിക്ക് അറിവ് കിട്ടി. ഉടൻ തന്നെ ഞാൻ ദൈവത്തെ വിളിച്ചു, ഇത് എന്നെ സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിൽ പോയി. വീടെല്ലാം ഞാൻ അടിച്ച് കോടാലി എടുത്തെല്ലാം വെട്ടി കീറി കതവ്. എന്റെ സഹോദരിമാർ 2 പേര് മാത്രമേ ഉള്ളൂ.
എല്ലാം വെട്ടി കീറി എല്ലാം അടിച്ചു നുറുക്കി. പിന്നെ അന്നത്തെ വീട്ടിലെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല. വീട്ടിലെന്ന് വെച്ചാൽ ഫ്രണ്ട് മുറി ഹാളില്ല, മൊത്തം ഫോട്ടോസ് ആയിരിക്കും. സകല ഫോട്ടോകൾ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞല്ലോ, മരിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോഴും. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്ത മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്ത മദ്യം കഴിച്ചാൽ ഭയങ്കര കൺട്രോളിങ് ആണ് എനിക്ക്. ബുദ്ധി അല്ല, ചുമ്മാ ഈ ഭ്രാന്തനെ പോലെ അങ്ങനെ നടക്കുന്ന ആളല്ല, നല്ല കൺട്രോളിങ് ആണ്. മദ്യം കഴിച്ചോണ്ട് നേരെ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തു. എന്നുവെച്ചാൽ കറണ്ട് അടിച്ച് മരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നേരെ ആദ്യം ചെന്ന് കതവിനെ ചവിട്ടി തന്ന കതവ് അങ്ങ് അകത്ത മുറിയിൽ അങ്ങ് പോയി. ഫ്രണ്ട് കതവ് 4 പാളി കതവാണ്. ആ ചവിട്ടിയ പാളി നേരെ അകത്തങ്ങ്, പിന്നെ 3 പാളി നിൽക്കുകയാണ്. താഴത്തെ 2 പാളി അങ്ങ് അടിയിൽ പോയി, മുകളത്തെ 2 പാളി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പോയി നേരെ അങ്ങ് അകത്ത മുറി പോയി. സഹോദരിമാര് പുറത്ത് നിൽക്കുകയാണ്, അവരൊന്നും വേണ്ടി ഇതെല്ലാം കണ്ടു. അപ്പൊ എന്റെ കണ്ണു കഴിഞ്ഞാൽ അവർ പേടിയ. നേരെ പണി തുടങ്ങി. ആദ്യം ചെന്ന് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത്, വീട്ടിന്റെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ എല്ലാം. ഇതിന് മുമ്പേ ഒരു സംഭവം നടന്നു. നല്ലൊരു കട്ടില് എന്റെ മുറിയിൽ ഞാൻ പണിതിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ പദ്ധതിയൊക്കെ പണിയുന്ന മുമ്പായിട്ട് ഈ കട്ടില് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിറ്റു. കട്ടില് പോയി. അതൊക്കെ അതൊക്കെ കൊട്ടി കയറുന്ന എന്റെ മനസ്സ് ഭയങ്കര പ്രയാസം. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ പണി ചെയ്ത് തന്നതാ എന്റെ മുറിയിൽ ഇടാൻ വേണ്ടി ഒരു കട്ടില്. അപ്പൊ ഞാൻ പദ്ധതി നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ നശിപ്പിച്ച് കളയണത് എനിക്ക് ഭയങ്കര ഒരു. അതുകൊണ്ട് ഈ കട്ടില് നേരത്തെ ഞാൻ ഒരാഴ്ചക്ക് മുമ്പേ അത് ഞാൻ എടുത്ത് പുറത്താക്കി കൊടുത്തു വിട്ടു. അപ്പൊ ഇതൊന്നും ആർക്കും അറിഞ്ഞൂടെ, ഈ സംഭവങ്ങളൊന്നും. ഇങ്ങനെയാണ് പദ്ധതി. നേരെ വന്നിട്ട് ഇതെല്ലാം ഒരു അരുവെന്ന് കോടാലി എടുത്ത് എല്ലാം വെട്ടി കതവ് എല്ലാം റെഡിയാക്കി എല്ലാം. അപ്പോഴേ ഈ കുപ്പികളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ കുപ്പികളെല്ലാം ഇങ്ങനെ ബോൾ എറിയും പോലെ ഓരോ കുപ്പിയിൽ ഈ പത്തായം ഉണ്ടായിരുന്നു, നെല്ലിട്ടുന്ന പത്തായത്തിന്റെ പുറം മൊത്തം കുപ്പികളായിരുന്നു അന്നത്തെ വീട്ടിൽ. ഇന്ന് അങ്ങനെ വീട്ടിലുള്ള കുപ്പികൾ തൈലം വാങ്ങിക്കണ കുപ്പി, മണ്ണ കുപ്പി, വെളിച്ചെണ്ണ കുപ്പി, ഇങ്ങനെ എല്ലാം കുപ്പി നിരത്തി ഈ കുപ്പികളെല്ലാം പറക്കി ചെമ്മല്ലെറിയുമായിരുന്നു. ചെമ്മല്ലെറിഞ്ഞ് ഒരു രസം പോലെ മദ്യമൊക്കെ ആദ്യം ചെമ്മലെറിഞ്ഞ. പിന്നെ പാത്രങ്ങൾ, ചട്ടി, കലം, ആട്ടുകല്ല്, അമ്മിക്കല്ല് എല്ലാം കിണറ്റിനകത്താക്കി. എന്ന് വെച്ചാൽ എല്ലാം കിണറ്റിനകത്ത് ഒരു വക സാധനം ഇല്ലാതെ എല്ലാ സഹോദരിമാര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൊടുക്കുമ്പോൾ ആട്ടുകല്ലൊക്കെ പൊക്കി ഇതെല്ലാം എടുത്ത് അമ്മിക്കല്ല്, എല്ലാ പാത്രങ്ങളെല്ലാം സകലതും വീട്ടിനകത്തുള്ള എല്ലാം കിണറ്റിനകത്താക്കി. എന്നിട്ട് ഈ കുപ്പികളെല്ലാം വാരി എറിഞ്ഞ് അവസാനം ഭയങ്കര ഒരു ദൈവപ്രവൃത്തി നടന്നെന്ന് വെച്ചാൽ ഇന്ന് മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ട് അത്രയും കുപ്പി എറിഞ്ഞിട്ട് എനിക്കൊരു പരിക്കോ ഒന്നുമില്ല. അവസാനം ഈ കാലില് ഒരു പ്രശ്നം നടത്തി. ഈ വലത് കാല് വെച്ചു ഈ പെരുവരണ്ട ഈ ബോള്, കാലിന്റെ പെരുവരണ്ട ബോള് ചാടിപ്പോയി ഒരു പ്രശ്നത്തിന്. അപ്പൊ ഞാൻ ഈ ബോള് വൈദ്യന്റെ അവിടെ കൊണ്ടുവന്ന് അവര് ചവിട്ടി പിടിച്ചിട്ട് കെട്ടിക്കിട്ട് ബോൾ അകത്താക്കി നേരെ കറക്റ്റ് ഇതിൽ വീഴാൻ വേണ്ടി ഇട്ടിട്ട് എണ്ണ തന്ന് വിട്ടിട്ട് ഈ കാലിലിട്ടുന്ന എണ്ണ കുപ്പി ആ എണ്ണ കുപ്പി എടുത്ത് എറിഞ്ഞ കുപ്പി എണ്ണ കുപ്പി വന്ന് പൊട്ടി അതിലൊരു ചീട് വന്ന് കാലിൽ തന്നെ വന്ന് അടിച്ച് കാല് മുറി. അതോടെ ഈ ബ്ലഡ് കണ്ടോടെ കാല് മുറിഞ്ഞോടെ പിന്നെ ഏകദേശം ജോലി തീരാറായപ്പോ ഇതെല്ലാം തീർന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛൻ ഏകദേശം 1 കിലോമീറ്റർ നടന്നു വരണം. മെയിൻ റോട്ടിന് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിന് 1 കിലോമീറ്റർ തീർന്നാലേ എന്റെ വീട്ടിലേ ഉള്ളൂ. അവിടെ നിന്ന് എന്റെ അച്ഛൻ അറിഞ്ഞുകൊണ്ട് ഏകദേശം നടന്ന് അവിടെ എത്തണമെങ്കിൽ, സുഖമില്ലാതെ കിടന്ന ആള് ഇത് അറിഞ്ഞ് നടന്ന് എത്തണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ നടന്ന് എത്തണം. അച്ഛൻ വരണൊക്കെ കണ്ടു, എന്റെ കണ്ടു. ഞാൻ വീട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഇത് പരിപാടി. അപ്പൊ റോഡുണ്ട് എന്റെ വീട്ടിന്റെ റോഡിൽ ആളും അവിടെ എല്ലാ ആളും നിരന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണേ. മറ്റ ആളും വീട്ടുകടയിൽ ഇറങ്ങൂലേ പേടിച്ച്. എന്റെ പ്രതികരണം എന്തരാണെന്ന് അറിഞ്ഞു. അവരാരും വീട്ടുകടയിൽ ഇറങ്ങിയിട്ടില്ല. ഇവിടെ കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടക്കുകയാണ്. അപ്പൊ അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കണേ. എന്റെ അച്ഛൻ വന്നിട്ട് ഒരു കൈ ബാഗ് ഈ മേശ വെട്ടി പൊളിച്ച് മുറ്റത്തിട്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്ന് ഈ മേശയുടെ ഒരു പലവ പൊക്കി അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു കൈ ബാഗ് എടുത്ത് കഷത്തി വെച്ചുകൊണ്ട് അച്ഛൻ അങ്ങ് നടന്നു പോയി. അത് ഞാൻ കണ്ട്. എന്റെ വീട്ടിൽ വേറെ ഒന്നും സംസാരിച്ചൊന്നുമില്ല, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ആ കൈ ബാഗ് കൊടുത്തണം. അത് കൈ ബാഗ് എന്ന് വെച്ചാൽ പ്രമാണം എന്തോ ആണ്. പ്രമാണം ബാഗിന് അത് മാത്രം എടുത്ത് അങ്ങ് പോയി അച്ഛൻ പോയി. എന്റെ പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ അവിടെ നിന്ന് വീണ്ടും വണ്ടി കയറി ടൗണിലേക്ക് പോകുന്നു.
പിന്നെ ഇടയ്ക്ക് വീട്ടിൽ പോവും. പിന്നെ അങ്ങനെ പിന്നെ ഈ പ്രശ്നമൊക്കെ അറിഞ്ഞ് അങ്ങനെയാണ് എന്റെ മൂത്ത ചേച്ചിക്ക് അതിന് ശേഷമാണ് വിവാഹം വന്നത്. അപ്പൊ ഈ പ്രശ്നമൊക്കെ അറിഞ്ഞു അവര്, ഈ വീട്ടിൽ നടക്കുന്ന സംഭവമൊക്കെ. അങ്ങനെയായിട്ടും പിന്നെ ഞാൻ വീട്ടുകാരുമായിട്ട് വീണ്ടും ജോയിപ്പായി. അങ്ങനെയാണ് എന്റെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിച്ച ഞാൻ കൂടി തന്നെ സഹായിച്ച് നയിക്കുന്നത്. വീണ്ടും വീട്ടില് രമ്യമായി. വീണ്ടും അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ആ രംഗമൊക്കെ അങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അടുത്ത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്റെ വിവാഹം. അങ്ങനെ ഈ അളിയനും മറ്റു ഇവരൊക്കെ തന്നെ എന്നെ പെണ്ണ് കെട്ടിക്കാൻ വേണ്ടി എന്നാലെങ്കിലും എന്റെ ഒരു ഇത് നല്ലവനായി ജീവിക്കുമെന്നുള്ള ഇതില് എന്നെ വിവാഹമൊക്കെ നോക്കി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് എന്റെ 1993 ഞാൻ വിവാഹം കഴിക്കുന്നു. അതിന് മുമ്പായിട്ട് ഇത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും ഇനി നമുക്ക് അതിനുള്ള സമയമില്ല. എന്റെ ദൈവത്തെ കണ്ട മുട്ട അതിനെ കുറിച്ച് പറയാൻ വേണ്ടി, അതാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം, ദൈവത്തെ കണ്ടു. അപ്പൊ ഒരിക്കലും ഞാൻ ഈ RSS എന്റെ ഹിന്ദു, അവിടെയൊക്കെ ചർച്ചുകളുണ്ട്, ഇതെല്ലാം ഒരിക്കലും എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ വീട്ടിന്റെ അവിടെ ചർച്ചുകളുണ്ട്, പിന്നെ ഈ ബന്ധക്കോസ് ചർച്ച ഉണ്ട്, വീട്ടില് ആരാധന നടക്കണതുണ്ട്. CSI ചർച്ചാണ് എനിക്കറിയാം. അല്ലാതെ ഈ എന്റെ ബാല്യകാലത്തിൽ ഇങ്ങനെ ഒരു ചർച്ച് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. CSI ചർച്ച് ഉണ്ട് എന്റെ സ്കൂളിന്റെ, ചുമ്പൂർ സ്കൂള് LMS സ്കൂളിന്റെ അവിടെ CSI ചർച്ച് ഉണ്ട്. അത് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ ഉള്ള പ്രാർത്ഥന സ്ഥലങ്ങളുണ്ട്, പേരൊന്നും നമുക്ക് അറിഞ്ഞൂടെ അങ്ങനെ ഏതാക്കാവുന്നത്. ഇപ്പോഴും ആരെന്ത് പറഞ്ഞെന്നാലും ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഞാൻ ഹിന്ദുവായിട്ട് മരിക്കും. എനിക്ക് അല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ വേറെ തർക്കം ഉത്തരവൊന്നുമില്ല. ഞാൻ എന്റെ മുദ്രാവാക്യം ഇതാണ്. അപ്പൊ ഞാൻ RSSന്റെ ഇതില് പിന്നെ എന്റെ ഈ 6 കിലോമീറ്ററിന് അപ്പുറത്താണ് നമ്മൾ. അങ്ങനെ ഞാൻ എന്റെ അനിയനുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് തന്നെ RSSന്റെ ശാഖ, ആദ്യമായിട്ട് RSSന്റെ ശാഖ നമ്മൾ കൊണ്ടുവരണം. 6 കിലോമീറ്ററിന് അപ്പുറത്തേ ഉള്ളൂ ഈ RSS എന്ന് പറയുന്നത്. ഇവിടെ അറിഞ്ഞൂടാ, നമ്മൾ കൊച്ചുനാളിലെ പെയ്യുന്ന RSSന്റെ ശാഖ എന്റെ വീട്ടുമുറ്റത്തായിട്ട് ഞാൻ കൊണ്ടുവന്ന് അതിന്റെ കളവൊക്കെ കൊടുത്ത്, നമുക്ക് പറമ്പുള്ളത് കൊണ്ട് അവിടെ തന്നെ ഒരു വീട്ടിന്റെ സൈഡിലായിട്ട് അവിടെ ഒരു RSSന്റെ കളം ഒരുക്കി അവിടെയാണ് പിന്നെ നമ്മൾ ആള് വരും, ചേട്ടന്മാര് വരും നമ്മളെ ക്ലാസ് എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ തന്നെ എല്ലാം ആയി. പിന്നെ നമ്മൾ RSSന്റെ എന്നാകിന് അങ്ങനെ ഒരു പിന്നെ ഒരു ഇതായി. പക്ഷെ ഇന്ന് പക്ഷേ അത് പറയാനുണ്ടെങ്കിൽ ഇന്ന് ഇന്നുള്ളവർക്ക് RSSന്റെ തത്വം പോലും അറിഞ്ഞൂടാ. RSSന്റെ തത്വം എന്ന് പറയുന്നത് നമ്മളെ പോലെ ഈ ആത്മീയ ദൈവമക്കളെ പോലെയാണ്. അതില് അത് മുണ്ട് മടക്കി കുത്താൻ പാടില്ല, RSSന്റെ തന്നെ വെറ്റില മുറുക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, മൂത്തവർ വന്നു കഴിഞ്ഞാൽ എണീക്കണം, എണീറ്റ് അതിന് ബഹുമാനം കൊടുക്കണം. RSSന്റെ നമ്മളെ പഠിപ്പിച്ച ഒന്ന് അങ്ങനെ പഠിപ്പിച്ചത്. ഇന്ന് RSSന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടായിരിക്കോ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് RSS. അതുകൊണ്ട് RSS ഇന്ന് അനേകര് നമ്മൾ വിശ്വാസികളായിരുന്നാല് ഇതൊക്കെ RSSകാരെ പേടിക്കണം. RSSകാരെ നമുക്ക് പേടിക്കരുത്, നമ്മളെ പോലെ മനുഷ്യരാ. ഞാൻ RSSകാരനായിരുന്നുകൊണ്ട് ഞാൻ അതിൽ പ്രവർത്തിച്ചുകൊണ്ടും അതുകൊണ്ട് അവരെയൊന്നും നമുക്ക് പേടിക്കാനില്ല. നമ്മളെ പോലെ മനുഷ്യരാവര്, നമ്മളെ പോലെ ഞാനും അങ്ങനെ ജനിച്ച് ഞാൻ വളർന്ന RSSകാരനാണ്. അതുകൊണ്ട് അവരെ ഒന്നും നമുക്ക് പേടിക്കാനില്ല. ഇന്ന് നമ്മൾ ഒരുപാട് ഇവരെ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് ഒരുപാട് അറിയാം നമ്മളെ ഈ വിശ്വാസ കോളത്തിൽ തന്നെ. അവരെയൊന്നും പേടിക്കണം, അവരൊക്കെ നമ്മളെ പോലെ ഒരമ്മയ്ക്ക് ജനിച്ച് വളർന്നതാ ഇത്രയും വിശ്വാസത്തിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഞാൻ പിന്നെ ആ സ്റ്റേജിലേക്ക് RSSന്റെ ശാഖ വീട്ടുകളിൽ കൊണ്ടുവന്ന് അങ്ങനെ കളവായി. അങ്ങനെ നമ്മൾ നടത്തി പോകുമ്പോൾ തന്നെ ഈ വിവാഹത്തിന്റെ ഇത് വന്നു. വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാൻ കാര്യം അതിനു മുമ്പേ ഇത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ എന്നെ കുറിച്ച് പിന്നെ വിവാഹ വീട്ടില് എന്റെ വൈഫ് ഉണ്ട്, കേട്ടോണ്ടിരിപ്പുണ്ട്. വൈഫിന്റെ വീട്ടിൽ അച്ഛൻ കുടുംബത്തിനെ അറിയിച്ചു, എന്റെ അമ്മാവന്റെ മകൾ അറിയിച്ചു, അടുത്ത താമസമുണ്ട്. അങ്ങനെ നിങ്ങള് പെണ്ണിനെ പിന്നെ ഇത് ആലോചിക്കുന്നതൊക്കെ ശരി തന്നെ, നിങ്ങൾ അത് വ്യക്തമായിട്ട് തിരക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകള് അടുത്ത് താമസം ഉള്ളതുകൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് അവർക്ക് ക്ലാസ് കൊടുത്ത് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾ കിടന്ന് പശ്ചാത്തലത്തില് ഇങ്ങനെയാണ് കാര്യങ്ങള് പയ്യനെ പറ്റി അറിഞ്ഞിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ എന്റെ വൈഫിന്റെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ ചെറിയൊരു നമ്മളെ പോലെയുള്ള ഒരാളാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആളിന്നില്ല, മരണപ്പെട്ടുപോയി. അനിയനും ചേട്ടനും ഒന്നേ പറയൂ, ഒന്നും പുള്ളി ഇത്തിരി അതുകൊണ്ട് പുള്ളി ഇതൊന്നും പ്രശ്നമാക്കിയില്ല. അത് ഇപ്പൊ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നന്നാവാനും
നല്ല ഒരാൾ നശിക്കാനും ഇത് പിന്നെ മതി. എന്നാലും അത് സമ്മതിച്ചു. അങ്ങനെ എന്റെ 1993 നമ്മള് വിവാഹം കഴിക്കുന്നു. വിവാഹമൊക്കെ ഭയങ്കര ഒരു ചരിത്രമാണ് പാസ്റ്റേ. അന്ന് എന്റെ കയ്യിൽ കാശില്ല. 10,000 രൂപയാണ് എന്റെ വിവാഹം ഞാൻ നടത്തണേ. എന്റെ കല്യാണം എന്റെ കയ്യിലുള്ള കാശെല്ലാം എന്റെ ചേച്ചിയുടെ വിവാഹത്തിന് ചെലായി. അങ്ങനെ അത് കഴിഞ്ഞുടൻ തന്നെ എന്റെ വിവാഹം പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ കാശില്ല. എന്റെ അമ്മയുടെ സഹോദരൻ കുറച്ച് കാശ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അവസാനം കല്യാണ ലെറ്റർ എല്ലാം ഞാൻ അടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പൊ എനിക്ക് ഈ കാശ് അമ്മാവൻ കാല് മാറിക്കളഞ്ഞു. ആരോ പറഞ്ഞു കൊടുത്ത് അവൻ തിരിച്ചു തരൂല, അവൻ ഇങ്ങനെയുള്ള ആളാണ്, തിരിച്ചു തന്നില്ലേ നമ്മൾ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് അമ്മാവൻ കാല് മാറി. അമ്മാവൻ തന്നില്ല. അപ്പൊ ഈ കല്യാണം ഞാൻ വിളിച്ചില്ല, ലെറ്റർ എല്ലാം കൊണ്ടുവച്ചിരിക്കണം. അങ്ങനെ എനിക്കൊരു എന്താണ് സംഭവം ഇങ്ങനെ. അപ്പോഴെന്റെ അടുത്ത അച്ഛന്റെ സഹോദരിയിലെ മോൻ അടുത്ത് താമസിക്കണം. അപ്പൊ അന്ന് ഗൾഫുകാരന്, തയ്യക്കാരന്, ടൈലറാണ്. ആദ്യമായിട്ട് ഗൾഫിൽ പോണത് പുള്ളിക്കാരന് അവിടെ നിന്ന്. അങ്ങനെ ആ പുള്ളിക്കാരനെ കണ്ട് എന്റെ അടുത്ത വീടാ. ഞാൻ ചെന്ന് എന്റെ അളിയനെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഇനി കാശ് എത്ര വേണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു 10,000 രൂപ എനിക്ക് കടം തന്നു, നീ എന്ന് തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ബുധനാഴ്ച, എന്റെ കല്യാണം ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച ഞാൻ കാശ് തരും, കല്യാണം കഴിഞ്ഞ അടുത്ത ബുധനാഴ്ച. അപ്പൊ എന്റെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടുതാലി വാങ്ങിക്കണം. പിന്നെ അന്ന് എന്റെ കഴുത്തിൽ ഒരു 1/2 പവന്റെ മാലയുണ്ട്, ഒരു ഏലസുമൊക്കെ തൂക്കിയിട്ടിട്ട്. അന്നത്തെ പ്രായമില്ലേ, ഏലസുമൊക്കെ തൂക്കി ഒരു 1/2 പവന്റെ ചെയിനും. ഞാൻ ഈ ഹോട്ടലിൽ ജോലി ചെയ്ത ഈ കാശിനൊക്കെ ഇട്ടിരിക്കണം. അപ്പൊ ഇതുണ്ട്. അപ്പൊ ഈ എനിക്ക് എന്തായിരുന്നാലും ഈ ഒരു കെട്ടുതാലി ഇടും, എനിക്കൊരു ചെയിന് ഭാര്യ വീട്ടുകാർ തരും, ഒരു മുതലോ തരും. അങ്ങനെ എനിക്ക് അറിവുണ്ട്, അങ്ങനെ തരും. എന്തായിരുന്നാലും അത് കിട്ടും. ആരെയും നമുക്ക് കാല് പിടിക്കേണ്ട കാര്യമില്ല, ആരോടും ചോദിക്കേണ്ട. അപ്പൊ അത് പ്ലാൻ ചെയ്താണ് ഈ വാക്ക് പറയണത്. അങ്ങനെ എനിക്ക് 10,000 രൂപ ഈ പുള്ളിക്കാരൻ തന്നെ തന്നു, എന്റെ അളിയൻ തന്നു. ആ അളിയൻ തന്നെ എന്റെ ഒരു ഓട്ടോ കൊണ്ടുപോയി ഈ അളിയനെയും കൂടി കയറ്റി വേറൊരു ചേച്ചിയും കൂടി കയറ്റി ടൗണിൽ വന്നിട്ട് ഈ 10,000 രൂപയ്ക്ക് തന്നെ കെട്ടുതാലി പിന്നെ തുണികളും എല്ലാം വാങ്ങി നമ്മൾ പോയി, തിരിച്ച് വീട്ടിൽ പോയി. 10,000 രൂപയ്ക്ക് എന്റെ വിവാഹം കഴിയുന്നു. ആ ആഴ്ചയിൽ തന്നെ കൊടുന്ന് പറഞ്ഞ ഡേറ്റിൽ തന്നെ ഞാനും എന്റെ കൂട്ടുകാരനുമായിട്ട് എനിക്ക് ഇട്ട ആ ചെയിനും എന്റെ ഒരു മോതിരമായിട്ട് ഈ ചാലക്കമ്പോളത്തില് കടയിൽ കൊണ്ടുവന്ന് വിറ്റ് ബുധനാഴ്ച കൊടുക്കാന്ന് പറഞ്ഞ പൈസ ഞാൻ ചൊവ്വാഴ്ച രാത്രിയിൽ എന്റെ അളിയനെ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്ത് കഴിയണം. അതിന് മുമ്പേ ഒരു ചരിത്രമുണ്ട്. എന്റെ അച്ഛന്റെ കാപ്പിക്കട എന്റെ വീട്ടിനടുത്തുണ്ട്. അത് എന്റെ കൂട്ടുകാരും പിന്നെ ആശാരിമാരും കൊത്തപ്പണിക്കാരും എല്ലാരും കൂടി എനിക്കൊരു വീട് പോലെ ആക്കി തന്ന കാപ്പിക്കടയിൽ. ഈ കുടുംബമായിട്ട് കിടക്കണ നമ്മളെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വരികയാണ്. നമുക്ക് പറത്തി എന്റെ അനിയനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അവിടെ കൂട്ടുകുടുംബം, നമുക്ക് പറത്തി കഴിയാം. അതാണ് ഏറ്റവും നല്ലതെന്നുള്ള ഇതില് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ രാവിലെ ഈ അച്ഛന്റെ കാപ്പിക്കട, അന്ന് കാപ്പിക്കടയൊക്കെ നിർത്തി വെറുതെ കിടക്കുകയാണ്. ആ കട ഒറ്റ മുറിയായിട്ട് കിടക്കണം. അതിന് 2 മുറിയാക്കി വീട് പോലെ ആക്കി എനിക്ക് പണിത് എന്റെ കൂട്ടുകാരും അതെല്ലാം കൂടി പണിത് തന്നു. രാവിലെ അത് പാല് കാച്ചിട്ടാണ് ഈ കല്യാണം ഇങ്ങനെ പോണത്. അത് പാല് കാച്ചി കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടിക്കാൻ പോയി. പെണ്ണ് കെട്ടിച്ച് നേരെ കുടുംബ വീട്ടിൽ കൊണ്ടുവന്ന് കയറിയിട്ട് അന്ന് രാത്രി തൊട്ട് നമ്മളെ ഈ പാല് കാച്ചിയ ഈ 2 മുറി കേട്ടോ, റോഡ് സൈഡിലാ, റോഡിന് താറയിന്ന് കാല് വെച്ച എന്റെ ഈ 2 മുറിക്കകത്ത് കയറാം. അപ്പൊ എന്റെ വീട് താഴെ, കുടുംബ വീട് അല്പം താഴെ. അപ്പൊ അന്ന് തൊട്ട് എന്റെ വിവാഹം കഴിഞ്ഞു കൊടുത്ത് ഞാനും എന്റെ ഭാര്യയും വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് നേരെ ആ 2 മുറിക്കകത്തുള്ള ആ വീട്ടിൽ കയറി. അന്ന് അവിടെയാണ് നമ്മളെ ജീവിതം. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നപ്പോ ഞാനൊരു മണ്ണെണ്ണ സ്റ്റവ്, അന്ന് ഞാൻ ഓട്ടോ അതൊക്കെ ചരിത്രം ഉണ്ടോ അതൊന്നും പറയാക്കൂല. എന്റെ ഹോട്ടൽ പണിയെ കൂട്ടി ഞാൻ ഓട്ടോ പഠിച്ച് എന്റെ വീട്ടുകാരോട് ഓട്ടോ എടുത്ത് തരാൻ വേണ്ടി എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ പല ആവർത്തി എന്റെ വീട്ടുകാർക്ക് നടക്കും. അന്നൊന്നും എനിക്ക് അതൊന്നും ചെയ്ത് തന്നില്ല. ഭയങ്കര അതെല്ലാം എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അതൊന്നും ചെയ്തു തന്നില്ല. ഞാൻ കൂലിക്ക് ഓട്ടോ ഓടി. പിന്നെ അങ്ങനെ ഈ ഓട്ടോ പിന്നെ ഓടിയിട്ട് ഞാൻ മണ്ണെണ്ണ സ്റ്റവ് വാങ്ങിച്ചു. അന്ന് സ്റ്റൗവാണ്, ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ല. ഒരു മണ്ണെണ്ണ സ്റ്റവ് വാങ്ങിച്ച് ഒരു പാത്രം വാങ്ങിച്ച് അന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് നമ്മൾ വേറെ പണക്കോ അതൊന്നുമല്ല, നമ്മൾ പറത്തിയുമായിട്ട് അവിടെ ഈ മണ്ണെണ്ണ സ്റ്റൗവില് കഞ്ഞി വെച്ച് ഞാനും എന്റെ ഭാര്യയായിട്ട് അവിടെ നമ്മൾ പറത്തി വാങ്ങായി, സ്വയം പറത്തി വാങ്ങായി. അവിടെ അങ്ങനെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ
കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ എനിക്ക് 1 ഏക്കർ വസ്തു എന്ന് പറഞ്ഞല്ലോ, എന്റെ പിന്നത്തേലുണ്ട് 1 ഏക്കർ വസ്തു എന്ന് പറഞ്ഞു എന്റെ അമ്മ. പിന്നെ പറഞ്ഞ് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നപ്പോഴും പിന്നെ എന്റെ ഭാര്യ വീട്ടിൽ ഇതൊക്കെ കണ്ടിട്ട് എന്റെ ഈ കൂലിക്ക് ഓട്ടം ഓടാൻ പോണ കണ്ടിട്ട് ആഭരണം വിട്ടിട്ട് എനിക്കൊരു പഴയ ഓട്ടോറിക്ഷ അവര് വാങ്ങി തന്നു. ആ ഓട്ടോറിക്ഷ ഞാൻ എന്റെ എന്റെ ജീവിത മാർഗം ഉണ്ടെന്ന് അതിനെ ഞാൻ വളരെയധികം സൂക്ഷിച്ച് ആ ഓടി എന്റെ താവളമൊക്കെ കേശവദൂരത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഉള്ളൂരിനടുത്താണ്, കേശവദൂരത്താണ് എന്റെ മെയിൻ താവളം. എന്റെ സ്വന്തം സ്ഥലം പോലെയാണ് ഇന്നും, എന്റെ സ്വന്തം സ്ഥലം പോലെയാണ്. എന്നെ അത്ര മേലെ അവിടെ എല്ലാവർക്കും അറിയാം. എന്റെ സ്വന്തം സ്ഥലത്തിനെക്കാളും കൂടുതലായിട്ട് അവിടെയാണ്. അങ്ങനെ ആ പരിചയം ഉണ്ട്. ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഓടി അങ്ങനെ എന്റെ ഭാര്യ വീട്ടിൽ കയറുന്ന ഓടി നമ്മൾ ആ സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേ ഈ 1 ഏക്കർ വസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബറൊക്കെ വെച്ചു തരൂല എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പ്രശ്നമായാലും ഞാൻ പറഞ്ഞല്ലോ, വീടൊക്കെ എഴുപ്പിട്ട് വേണ്ട പ്രശ്നമായി. എല്ലാം ഇതൊക്കെ ആയെങ്കിലും പിന്നെ എനിക്ക് പകുതി തരാമെന്ന് ഒരു വാക്കുവന്ന് ഞാൻ പറഞ്ഞ് പകുതി എനിക്ക് പതിയാക്കണം. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ എനിക്ക് വസ്തുവായിട്ടുള്ള മോഹമെല്ലാം എന്റെ ജീവിതത്തിൽ അങ്ങ് തകർന്നു. എന്റെ സ്വപ്നങ്ങളെല്ലാം അങ്ങ് തകർന്നു. അപ്പൊ ഞാൻ പാതി എങ്കിൽ പാതി. അപ്പൊ ഞാൻ പറഞ്ഞു, ആ പകുതി വസ്തുവിൽ നിങ്ങൾ ആർക്ക് നിങ്ങൾ ഭൂമി ഭാഗം വെച്ചു കൊടുത്താലും അതിൽ 2 മൂട് ലാഭം നിപ്പുണ്ട്. ഞാനാണ് ഇനി വീട് വെക്കേണ്ടത്. എന്റെ അനിയന് കുടുംബ വീടുണ്ട്, സഹോദരിമാർക്ക് വീടുണ്ട്. വീട് വെച്ചു കൊടുത്ത് ഞാൻ കൂടി ഉൾപ്പെടെ എന്റെ ഇളയ സഹോദരി മൂത്ത സഹോദരി ഞാനാണ്. അപ്പൊ ഒരു മൂട് പ്ലാവ് എനിക്ക് പറഞ്ഞിട്ടേ കൊടുക്കാവൂ. എനിക്ക് സഹോദരങ്ങളായിട്ട് എനിക്ക് അടി വയ്ക്കാനോ വഴക്കൂടാനോ ഒന്നും പയ്യ. അമ്മ പറഞ്ഞിട്ടേ കൊടുക്കാവൂ. ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ മാസ്റ്ററെ ഞാൻ ഒരു ദിവസം ഓട്ടോ ഓടിയിട്ട് 2-3 ദിവസത്തിനകത്ത് വീട്ടിൽ പോകും. ഓട്ടോ ഓടിയിട്ട് പോയപ്പോ വീട്ടിൽ ചെന്ന് ഈ 2 മുറിയായ അതിൽ തന്നെ നമ്മൾ താമസം. വീട്ടിൽ ചെന്ന് ഷർട്ട് ഊരിയിട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ പ്ലാവ് എന്തോ മുറിച്ചെന്ന് ഇതുപോലെ പറയാനായിട്ടെന്ന്. ഞാൻ വെള്ളം പോലും കുടിച്ചില്ല. ഞാൻ നേരെ ആ ഊരിയിട്ട ഷർട്ട് കൊടുത്തിട്ട് നേരെ എന്റെ ഈ സ്ഥലത്ത് പോയി. ബസ് കയറിയാണ് പോവാൻ കീഴാവുന്ന. അവിടെ പോയി നടന്ന് കഴിയപ്പോഴാണ് ഈ പ്ലാവ് നിന്നിടത്ത് ഒരു രേഖയില്ല. 2 മൂട് പ്ലാവ് നിന്നിടത്ത് ഒരു രേഖയില്ല. പ്ലാവ് മുറിച്ചിട്ട് നാളുകളായി. കുറച്ച് വിറ്റുകളൊക്കെ പ്ലാവ്. അത് ഭയങ്കര ഭാരത്തോടെ ഇത്ര മാത്രം എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കാര്യമൊന്നും എന്നുള്ള ഭയങ്കര ഇതില് വീണ്ടും ഞാൻ അന്ന് വിശ്വാസത്തിലൊന്നും വന്നില്ല. അന്ന് വീണ്ടും അവിടെ നിന്ന് തന്നെ വീണ്ടും ഞാൻ കഴിച്ചിട്ട് അവിടെ പോയി ഈ പ്ലാവ് മുറിച്ച് വിറ്റ് എന്റെ അളിയനെയൊക്കെ വെട്ടോത്തി എടുത്തിട്ട് ഓട്ടിച്ച് വെറുതെ പെട്ടെന്നെങ്കിൽ വെട്ടായിരുന്നു. പിന്നെ അങ്ങനെ വെറുതെ ഓട്ടിച്ചു. വീട്ടിൽ പോയി ജനലിന്റെ ഗ്ലാസ് ഒക്കെ വെട്ടി, വാഴ വെട്ടി, അത് വെട്ടി, ഇതെല്ലാം വെട്ടി പ്രശ്നം ഉണ്ടാക്കി. വീണ്ടും അതൊക്കെ അവിടെ പോയി. വീണ്ടും വസ്തുവിന്റെ പ്രശ്നം തന്നെ അതെല്ലാം അവിടെ പോയി. വീണ്ടും എന്റെ പേരിന് അങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ എനിക്ക് 2 മക്കള്, 2 കുഞ്ഞുങ്ങള് എനിക്ക് ദൈവം തന്നു. മൂത്തത് മകളാണ്, രണ്ടാമത്തത് മകനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളായിട്ട് അവിടെ LKG UKG നമ്മള് പഠിക്കാൻ വിട്ടു. അങ്ങനെ ഇരിക്കുന്നത് ഈ പ്രശ്നത്തില് ഇത് ഭയങ്കര എന്നെ ഹൃദയം വേദനിപ്പിച്ച വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായിരുന്നാലും ഇനി എന്റെ ഭാര്യ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നീ ഞാൻ ജയിലിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും കൊല്ലും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ ഞാൻ തന്നെ കീഴ്പ്പെട്ടു. സ്ഥലം വിടാം. എനിക്ക് പുറത്തീന് എന്ത് ആക്രമണം വന്നാലും ഞാൻ നേരിടും. എന്റെ വീട്ടിന് ഭവനത്തിന് വന്നപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഭവനത്തിനകത്ത് ഇങ്ങനെ മാറിയുള്ള ഈ ഉപദ്രവം വന്നപ്പോ സഹോദരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പനെ അമ്മ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പുറത്തുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഉപദ്രവിക്കാം. അപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വെക്കളായിരുന്നു. അങ്ങനെ രാത്രിയിൽ തന്നെ
പ്ലാസ്റ്റിക് ചാക്കിൽ ഒരു ചാക്ക് പാത്രം, കഞ്ഞിപ്പാത്രം, കറി വെക്കുന്ന ഒരു ചെയിൻകെട്ട്, അതെല്ലാം എടുത്ത് ഒരു ടേബിൾ ഫാൻ, ഒരു കട്ടില്, എന്റെ ഒരു ചെറിയ ഓട്ടോ, അന്ന് പെട്രോൾ വണ്ടി, ചെറിയ ഓട്ടോ, ഒരു പിക്കപ്പ് വണ്ടി വരാൻ പറഞ്ഞ് വണ്ടി വന്ന് നമ്മൾ പാസഞ്ചേഴ്സ് ഓട്ടിട്ട് മക്കളും ഞാനും ഭാര്യയും മറ്റൊരു ചെറിയൊരു പിക്കപ്പിൽ കയറ്റി. ഈ അതിനു മുമ്പായിട്ട് ഒരു വീട് തിരക്കിയ എനിക്ക് എന്റെ പരിചയത്തില് ഒരു വീട്, ഒരു ഓലക്കെട്ടൻ, ജനിച്ചന വലിയൊരു ഹോട്ടലുണ്ട്, ചിന്നൂസ് ഹോട്ടൽ എന്നും പറഞ്ഞിട്ട്, അതിന്റെ ബാക്കില് ആ ഹോട്ടലിന്റെ അകത്തൂടിയാണ് ഈ വഴി ഇത്. അപ്പൊ ഒരു വീട് കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് ചോദിച്ചപ്പം അപ്പൊ ഇത് ഒത്തതുകൊണ്ടാണ് നേരെ നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടത്. അപ്പൊ ഒരു വീട് ചെന്ന് തോന്നി. ഞാനും എന്റെ കൂട്ടുകാരന്മാരായിട്ട് ഓട്ടോറിക്ഷ അവരെല്ലാം ചെഞ്ചനിന്ന് മഴയത്ത് ഇങ്ങനെ കാടെല്ലാം പിടിച്ചിട്ട് കാടെല്ലാം പകുന്നു വെച്ച് തോന്നി. അപ്പോഴാണ് ആകാശം കാണാൻ വീട്ടിൽ കൂരയാ. അപ്പോ ഞാൻ പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോയാ മതിയെന്നോ, ആകാശം കാണാൻ. ഞാൻ പറഞ്ഞു എനിക്ക് മതിയെന്നോ. ഓല കെട്ടി തന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരി. അപ്പൊ അതിന്റെ ഓട കാണാം. ഓടെ അന്ന് ശ്രീകാര്യത്താണ് താമസിച്ചിരിക്കുന്ന ഒരു മുസ്ലിമിന്റെ വീടാണത്. അപ്പൊ ഞാൻ ചെന്ന് അണ്ണനെ കണ്ട്. അപ്പൊ എന്നാ പരിചയത്തിന് പറഞ്ഞ അപ്പൊ പറഞ്ഞു 750 രൂപ വാടക വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അന്നത്തെ 750 രൂപ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ വണ്ടി ഓട്ടോ വടിയില്ലേ കൊടുക്കാൻ. അപ്പൊ 750 പറഞ്ഞു. പിന്നെ എന്റെ വീട്ടിൽ പേര് മണിയനെന്നും വിളിക്കും. നീ ഒരു 700 രൂപ കൊടു മണിയാന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. 750 രൂപ ചോദിച്ചിട്ട് പറഞ്ഞ 50 രൂപ കുറച്ച് 700 രൂപ കൊടുന്നു. 700 രൂപയ്ക്ക്. അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളുമായിട്ട് ഭാര്യയായിട്ട് ഇവിടെ വന്നത്. ഈ വീട്ടിക്കാര് ഒരു ഓട്ട കെട്ടി തന്നു താമസിച്ചു. 20 വർഷം ആ വീട്ടില് താമസിച്ചു. കൊട്ടാരം പോലെ. ഇന്നും താക്കോല് എന്റെ കിടപ്പുണ്ട്. ആ വീട്ടിന്റെ താക്കോല് ഇവിടെ തൂക്കിയിട്ടിരിപ്പുണ്ട്. വീട് വസ്തുവായിട്ട് ഇപ്പൊ കൊടുത്തു. എന്റെ ഏർപ്പാടിൽ തന്നെ 10 സെന്റ് വസ്തുവും വീടുമായിട്ടാണ് ചിന്നൂസിന്റെ ഹോട്ടലുകാരനെ എന്നെ കൊടുത്തു. ഞാൻ തന്നെ ചോദിച്ചു. അപ്പോൾ ആ വീട്ടിന്റെ താക്കോല് ഇപ്പോഴും എന്റെ കിടക്കുകയാണ്. 20 വർഷം അവര് നമുക്ക് താമസിക്കാൻ വേണ്ടി എല്ലാം സൗകര്യമുണ്ട്. ആ വീട്ടിൽ താമസിച്ച് ഇത്തിരി പ്രതികൂലമുണ്ട്. അപ്പോഴേ ഞാൻ ഈ 2000 എനിക്കൊരു 2005 കാലഘട്ടത്തിലായിട്ട് എനിക്ക് സ്റ്റോണിന്റെ അസുഖം എനിക്ക് നാട്ടിൽ വെച്ച് ഉണ്ട്. എനിക്ക് വേദന വരുമായിരുന്നു. ഫസ്റ്റ് ഈ വേദന. അപ്പൊ ഈ വേദന വന്ന് ഇവിടെ ടൗണിൽ വന്നപ്പോ ഈ വേദന അപ്പോഴേ ഞാൻ 10 വർഷം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് യൂറോളജിയിൽ. അന്നത്തെ പ്രൊഫസർ വേണുഗോപാൽ സാറാണ്. ഇന്ന് റിട്ടയർഡായി വേണുഗോപാൽ സാർ പ്രൊഫസർ യൂറോളജി. ചികിത്സിച്ച് 10 വർഷം ഞാൻ മരുന്ന് ഗുളിയെ കഴിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെ സ്ഥിരം പേഷ്യന്റ് ആയിരുന്നു. പഴയ കാഷ്വാലിറ്റിയിലെ സ്ഥിരം പേഷ്യന്റ് ആയിരുന്നു. ഞാൻ വേദന വരുമ്പോൾ എനിക്ക് ഈ അസുഖം വന്നിട്ട് വേദന വരുമ്പോൾ ഞാൻ ഭ്രാന്തനെ പോലെ ആവും എന്ന് പറഞ്ഞാൽ എനിക്ക് വേദന മാത്രമല്ല, ഈ സ്റ്റോണിന്റെ ഇത് വന്നിട്ടുള്ളവർക്ക് അറിയാം. ഈ സ്റ്റോണിന്റെ വേദന യൂറിൻ പോകൂല, യൂറിൻ തടസ്സമായി നിൽക്കുന്ന സ്റ്റോണ് അടച്ചിട്ട്. അപ്പൊ ഈ വേദനയും തരിപ്പും കഴപ്പുമായിട്ട് വരും. അപ്പൊ പിന്നെ ആ ആള് ഭ്രാന്തനെ പോലെ ആവും. അപ്പൊ എന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഞാൻ വെള്ളത്തിൽ ഇരിക്കുക, അല്ലെങ്കിൽ വെള്ളം തുറന്നുവിട്ട്, അല്ലെങ്കിൽ തണുപ്പുള്ള സിമെന്റില് കിടക്കും, അല്ലെ തോർത്ത് നനച്ചിട്ട് ഇങ്ങനെ ഞാൻ വേദന സഹിച്ചു കളയും. അങ്ങനെ ഞാൻ ഓടി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ട്രെയിൻ കില്ലർ എന്ന് പറഞ്ഞ മരുന്നുണ്ട്. 2 ഡോസാണ്. അത് ഫ്രീ ആണ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് എന്റെ ജോലി. വേദന വരുമ്പോ ഞാൻ നേരെ ഓടി ആട്ടോ വിളിച്ച ഒറ്റയ്ക്കാരനെ, ആളൊന്നും വേണ്ട, ഒറ്റയ്ക്കായിരുന്നാലും ഞാൻ പോയി കാഷ്വാലിറ്റി പോയി തുണ്ടെഴുതും. നേരെ ഈ മരുന്ന് അവിടെ തന്നെ അവര് തന്നെ എടുത്തിട്ട് രണ്ട് മരുന്നാണ് ഒരുമിച്ച് കയറ്റിയിട്ട് കമന്ന് കിടന്നു കൊടുക്കുക, ചട്ടത്തിൽ അടിച്ച് തരും. രാവിലെ പോവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് ആവുമ്പഴി വേദന മാറും. ഞാൻ ചായ വീട്ടിൽ വരും. അങ്ങനെ ഒരു 10 വർഷം ഞാൻ അങ്ങനെ ഒരു ദിവസം ആയപ്പോൾ രാവിലെ ചെന്ന് മരുന്ന് അടിച്ചിട്ട് കിടന്നിട്ട് ഉച്ചയായപ്പോ വേദന മാറിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഡോക്ടർ എഴുതിയാലേ ഈ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കും എനിക്ക്.
അല്ലാതെ തരൂല, ഇഞ്ചക്ഷൻ തരൂല. അപ്പോഴേ ഞാൻ ഇഞ്ചക്ഷൻ അത് ഡോക്ടർ എഴുതണം. അപ്പൊ ഞാൻ ഡോക്ടറെ ചീട്ട് കൊണ്ടുവന്ന് പിന്നെ കൊടുത്താൻ പറഞ്ഞ. അപ്പോഴും രാവിലെ ആ ഡോക്ടർ ഒരു എന്റെ മോളത്തിന് പ്രായം ഒരു 10-25 വയസ്സ് വരുവുള്ള ആ ഡോക്ടർ അന്ന് ഒരു പെങ്കൊച്ചായിരുന്നു. അപ്പൊ ഞങ്ങളെ രാവിലെ ഇത് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് അങ്ങനെ എടുത്തുകൂടാ ഞങ്ങളെ, ഇത് വേദനയായിട്ട് വരണോണ്ടാ നമ്മൾ ഇത് കുറിക്കണത്, അങ്ങനെ കൂടുതൽ അങ്ങനെ എടുത്തുകൂടാ. അപ്പോഴാണ് എനിക്ക് ഇത് അതുവരെ അറിഞ്ഞുകൂടായിരുന്നു, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അയ്യോ അങ്ങനെയാണോ. പിന്നെ അന്ന് എടുത്തില്ല, മരുന്ന് ഇതെടുത്തില്ല. ആ വേദന ഞാൻ സഹിച്ചു. അങ്ങനെ ആയി. 2006 ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഇത് ചെയ്തു. ഈ വലത് സൈഡില്ല വെറുക്ക ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. അവിടെയാണ് സ്റ്റോൺ ഇരിക്കുന്നത്, ഇപ്പുറത്തിൽ സ്റ്റോൺ. അപ്പൊ ഞാൻ വിധേയനായി. അപ്പോഴ് ഈ വിശ്വാസത്തിൽ ആ സമയത്തൊക്കെ ഞാനൊരു ഈ പ്രാർത്ഥന കയറി കൊണ്ട് എന്റെ ഓട്ടോ ഉള്ളതുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇവരൊക്കെ വണ്ടി പിടിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥന കയറി ഒരു ബ്രദറിനെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകും. പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് തരും. പിന്നെ അവരോട് പോകുമ്പോൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും. പിന്നെ സ്നേഹമാണ്, ഇതൊക്കെ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് അവർ വിളിച്ചാൽ ഞാൻ പോകും. രാവിലെ ഓട്ടങ്ങൾ പോകും. അങ്ങനെ ഇരിക്കുമ്പോഴ് ഒരു ബ്രദറിന്റെ കൂട്ടത്ത് പ്രാർത്ഥനയ്ക്കായി വിളിച്ചോണ്ട് പോകും. അപ്പൊ ഞാൻ ഈ എന്റെ ആവശ്യങ്ങളൊക്കെ ചോദിക്കും, കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ബ്രദർ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യാൻ കരുതി ഞാൻ ഹോസ്പിറ്റൽ. അപ്പോൾ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ വരട്ട് ബ്രദറെ, നമുക്ക് ഒരിടത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രദറെ, ജോയി ബ്രദർ എന്നാണ് പേര്, ജോയി ബ്രദറെ, രോഗത്തിന് ചികിത്സിക്കണം, അത് ഉള്ളതാ. എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ ബ്രദറിന്റെ കൂടി പ്രാർത്ഥനയ്ക്ക് വരുമ്പോ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. വലിയ രോഗത്തിന് ചികിത്സിക്കാൻ ഞാൻ പൈസയൊക്കെ ഡോക്ടർക്ക് കൊടുത്തു. ഞാൻ 2000 രൂപ കൊണ്ടുവന്ന് ഡോക്ടർക്ക് കൊടുത്തു. ഡേറ്റ് നിശ്ചയിച്ചു, എന്തായിരുന്നാലും ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ബ്രദർ ഒന്നും മിണ്ടിയില്ല. ശരി എന്ന് പറഞ്ഞു. ഞാൻ 2006 ഓപ്പറേഷൻ ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ. ഓപ്പറേഷൻ ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ പഴയ രീതിയിലോട്ട് ഞാൻ വന്നു. പിന്നെ ബൈക്ക് ഓട്ടിക്കും, ബുള്ളറ്റ് ഓട്ടിക്കും, പഴയ രീതിക്കൊക്കെ വന്നു. എന്തോ ഇതായിട്ട് എനിക്ക് പിന്നെ കാലിലും മുഖത്തും ഒക്കെ നീര് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ ചെന്ന് സമീപിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്റെ കുഴപ്പമൊന്നുമല്ല ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാറേ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഈ എന്റെ വൃക്ക ഈ ഓപ്പൺ ചെയ്തത് ഈ സൈഡ്. അന്ന് കീ ഹോൾ ഉണ്ടെങ്കിലും അന്ന് പൈസ ഇല്ല. 25,000 രൂപയാണ് പ്രൈവറ്റിൽ ഞാൻ ചോദിച്ചപ്പോ. 25,000 രൂപ അന്ന് നമ്മളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓപ്പൺ സർജറി ചെയ്ത് മെഡിക്കൽ കോളേജിൽ തന്നെ അവര് കയറിക്കൊണ്ട് ഈ വലിയ സൈഡ് മൊത്തം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരുക്കെ. അപ്പൊ അത് പഴുത്ത് വീങ്ങിയിട്ട് പഴുത്ത് വീങ്ങിയിട്ട് നീരായിപ്പോ. അങ്ങനെയാണ് എന്റെ മുഖത്തും കാലിൽ പാദത്തിലൊക്കെ നീര് വന്നത്. അപ്പൊ ഈ ഡോക്ടർ കൈവിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്ത. അപ്പൊ മറ്റൊരാളിന്റെ ഇതില് ഞാൻ ചികിത്സയ്ക്ക് പോയി. മറ്റൊരു Euro 3, ഇത് Euro 2 ആണ് ഈ വേണുഗോപാൽ സാറ്. Euro 3 ശിവരാമകൃഷ്ണൻ സാർ ഉണ്ട്. അപ്പൊ മറ്റൊരാളുടെ ഇതില് ആ ഡോക്ടറെ കൊണ്ടുവന്നു. ആ ഡോക്ടർ സ്കാനിങ്ങിലൊക്കെ തന്നെ RCC സ്കാനിങ് ഒക്കെ എടുത്ത് ആ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞ ഈ വൃക്ക പൂർണ്ണമായി അതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. പ്രവർത്തനം ഇല്ല, അല്പം എന്തെങ്കിലും ഉണ്ട്, അത് നമുക്ക് കൂട്ടാകൂല. അപ്പൊ ഇട സൈഡില് വൃക്കയിൽ സ്റ്റോൺ ഉണ്ട്, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വലേ സൈഡിൽ ഒരെണ്ണം പോയി കഴിഞ്ഞ് കിട്ടി. ഇതും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആള് മരിച്ചു പോകുമല്ലോ എന്നുള്ള എന്റെ ഒരു തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ആ ഡോക്ടർ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി. അപ്പൊ ഞാൻ വളരെയധികം ഭാരപ്പെട്ട് നിൽക്കുകയാണ്. അന്നത്തെ ഓട്ടോ ഓടിയില്ലെങ്കിൽ എന്റെ കുടുംബം പോക്കാകും, വീട് വാടക, കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കണം, പിന്നെ ബാക്കി ചെലവുകളുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഇരുന്നപ്പോ പിന്നെ അടുത്ത ഡോക്ടറെ കണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ ഡേറ്റ് വിളിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് ടെസ്റ്റിനെ കുറിച്ച് തന്നപ്പോഴേ പുറത്തിന് ചെയ്യാൻ അന്ന് എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലില്
എനിക്ക് എന്റെ ഒരു കൂട്ടുകാരൻ ആംബുലൻസ് ഉള്ള ഒരു കൂട്ടുകാരുണ്ട്, അല്ലാതെ നേഴ്സുണ്ട്, പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ചിട്ട് ഈ ഈ മെയിൻ ഡോക്ടർ അസിസ്റ്റന്റ് കണ്ട് കാര്യം പറഞ്ഞു, ഇതൊരു വീട്ടിൽ. അപ്പോൾ പറഞ്ഞ് എനിക്ക് മാത്രം അത് ചെയ്യാവൂല, നാളെ നിങ്ങൾ OP-യിൽ വന്നാൽ ഈ ഡോക്ടർ കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് ഈ അകത്തിന് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ അതേപോലെ OP-യിൽ പോയി. ആ പുള്ളി പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ ഈ മെയിൻ ഡോക്ടർ ശിവരാമകൃഷ്ണൻ ഡോക്ടർ തലകുലുക്കി പറഞ്ഞു അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ടെസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ചെയ്ത് തൽക്കാലം ടെന്റ് ഇടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണതിന് മുമ്പേ ടെന്റ് ഇടാ, യൂറിൻ തടസ്സമില്ലാതെ പോകാൻ വേണ്ടി ടെന്റ് ഇടാന്ന് പറഞ്ഞു, ട്യൂബ് ഇടാൻ. അത് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ടെസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ചെയ്തു. അപ്പൊ ഈ ടെന്റും എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിനകത്തിന് എനിക്ക് തന്നു. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് എന്നെ അറിയാവുന്ന പരിചയക്കാരനാണ്, കൊണ്ട് തന്നു എനിക്ക്. അതും 600 രൂപയാണ് അതിന്റെ വില. പ്രവൃത്തിന് വാങ്ങിക്കണത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പലതവണ. അതുകൊണ്ട് 600 രൂപയില് സാധനവും ഓപ്പറേഷൻ ചെയ്തു. അപ്പോഴീ ഞാൻ സ്ട്രെച്ചറിൽ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കിടക്കുകയാണ്. ഞാൻ സാധാരണ എനിക്ക് നേരത്തെ പരിചയമുള്ളത് കൊണ്ട് കറക്റ്റ് കിടത്തൊന്നും വേണ്ട, നമുക്കറിയാം കിടക്കണം. അപ്പൊ ഈ ഡോക്ടർ വന്നിട്ട് ഇതിനെ എടുത്ത് നോക്കിയപ്പോ കാണാം ഒരു കവർ 2 പാക്കറ്റാണ് ഉള്ളിനകത്ത് ഇടണമെന്നുകൊണ്ട് അണുബാധ വരാതിരിക്കാൻ വേണ്ടി 2 പാക്കറ്റാണ്. അതിൽ ഒരു പാക്കറ്റ് ശകലം പൊട്ടിയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു ഇത് എവിടെന്നാ വാങ്ങിയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ശശിയെണ്ണം തന്നതാന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ അറ്റൻഡർ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് പുള്ളിയുടെ കൂട്ടത്തില് ഉടൻ തന്നെ ഈ ഡോക്ടർ ഈ ശശിയെ വിളിച്ചു. ശശിയെണ്ണ അവിടെ വന്ന് ഡോർ തന്ന് അകത്ത പാട് തന്ന് വന്നു. ഇത് കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്തായിരുന്നു സാറേ, നമ്മളെ ആളാ കൊടുത്തായിരുന്നു. പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇതിട്ടു സംഭവം ഇട്ടു. എല്ലാം പച്ചയ്ക്ക കാര്യങ്ങൾ ചെയ്യണം, പ്രൈവറ്റിലെ പോലെയല്ല, പച്ചയ്ക്ക. ഇതെല്ലാം ക്യാമറയും പൈപ്പും എല്ലാം കൂടി പച്ചയ്ക്ക നമുക്ക് ഈ ഇതെല്ലാം ചെയ്യണം മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഞാൻ ഇത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അതേ ചെയ്യാമോ, അതൊന്ന് വേദനയൊന്നും നമുക്ക് സഹിച്ചേ പറ്റും. ചെയ്തിട്ട് യഥാർത്ഥം ചുരുക്കി പറഞ്ഞാൽ ഈ ഡോക്ടർ നിമിത്തമാണ് ഈ കർത്താവിനെ ഞാൻ അറിയാൻ കാര്യം. എന്ന് വെച്ചാൽ ഡോക്ടറെ ദൈവം ഒരുക്കി. എനിക്ക് ഡോക്ടറോടി ഒരു പ്രയാസവും വൈരാഗ്യം ഒന്നുമില്ല, ആരെടുത്തൊന്നും ഇല്ല. എല്ലാം ദൈവത്തിന്റെ വഴികളായി പറഞ്ഞു വരണത്. എല്ലാം ദൈവം ഓരോരുത്തരെ ഒരുക്കി എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വഴികളാണ് അവർക്ക് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഇട്ട് ഞാൻ സ്ട്രെച്ചറിൽ നിന്ന് നോക്കി ഇറങ്ങി തറയിൽ നിൽക്കുമ്പോൾ ഒരു തുണ്ടുണ്ട്, ഒരു എക്സ്റേ എടുക്കണം. ഈ ടെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എക്സ്റേ എടുക്കണം, 110 രൂപ. പുറത്തിന് പ്രൈവറ്റിന് എടുക്കാൻ 110 രൂപ. അത് ഈ ടെന്റ് എവിടെയെങ്കിലും മടങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ കരുത്. ഇതിലറിയാം എക്സ്റേ 110. അപ്പോഴേ ആ തുണ്ട് എഴുതിയിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി തുണ്ട് എഴുതിയിട്ട് ആ തുണ്ട് വെച്ച് ഇങ്ങനെ ഒരു തള്ളി തന്നു എന്റെ ചെയിന്. ഇതെങ്കിലും വെളിയിൽ തൊടോ എന്ന് പറഞ്ഞ് എന്റെ ഈ കയ്യിൽ ഈ തുണ്ടിഞ്ഞ തരം ഇങ്ങനെ ഒരു തള്ളി ഇതെങ്കിലും വെളിയിൽ തൊടോ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സകലതും ഞാൻ ഇതിനകത്ത് ഒപ്പിച്ചല്ലോ, ഈ ടെന്റ് വരെ ഇതിനകത്ത് ഒപ്പിച്ചല്ലോ. അതിന്റെ മറുപടി ഇതെങ്കിലും വെളിയിൽ തൊടോ എന്ന് പറഞ്ഞു. എനിക്കത് ആ വാക്ക് എന്നെ വല്ലാതെ എന്നെ ഹൃദയത്തെ വല്ലാതെ എന്നെ വേദനിപ്പിച്ചെന്ന് വെച്ചാൽ ഒരു വൃക്ക നഷ്ടപ്പെട്ട് ഞാൻ ആ ബുദ്ധിമുട്ടിൽ ഒരു രോഗിയായ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ഒരു ഡോക്ടർ ഇങ്ങനെ പെരുമാറി എന്റെ അടുത്ത് അത് പെരുമാറി എന്റെ അവസ്ഥ എന്തെന്ന് അറിയാം. മറ്റൊരു ഡോക്ടറെ എല്ലാം ഒരു വൃക്ക നഷ്ടപ്പെട്ട് അടുത്ത അഭയം തേടി വന്ന ഡോക്ടറാണ് അടുത്ത ഈ ഡോക്ടർ. അപ്പൊ പിന്നത്തേനാണ് ഇതെല്ലാം ഞാൻ എന്റെ ഈ ദൈവവചനമൊക്കെ പിന്നത്തേനാണ് അറിയണം. മനുഷ്യനെ ആശ്രയിക്കുന്ന കാര്യം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള വചനമൊക്കെ പിന്നെ അന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ഈ മനുഷ്യനെ ആശ്രയിച്ച് ഡോക്ടർമാരെ ആശ്രയിച്ച് അങ്ങനെ കഴിയണ ഒരു രോഗക്കാരനായി ഞാൻ അങ്ങനെ ജീവിക്കണ ഒരു സമയം. ഇതെന്നെ ഭയങ്കര മുറിപ്പെടുത്തി. ആ വേദനയോടെ ഞാൻ യേശോസ്വരത്ത് നിൽക്കുമ്പോ നേരത്തെ പണ്ട് മുതലേ പരിചയമുള്ള ഒരു ചേട്ടൻ അവിടെ വന്നു. ചേട്ടൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ചേട്ടനുമായിട്ട് പരിചയം ഉണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ മംഗളം പത്രത്തിൽ ജോലിയുള്ള ഒരു ചേട്ടനാണ്. അപ്പം ചേട്ടന് കത്തോലിക്കൊക്കെ ഹിന്ദു ആയിരുന്നു, കത്തോലിക്ക ആയതാ. അങ്ങനെ
അപ്പൊ ചേട്ടൻ 2 കുഞ്ഞുങ്ങളുണ്ട്, ചേച്ചിയുണ്ട്. ചേട്ടൻ മംഗളം പത്രത്തില്ല. അപ്പൊ എന്റെ കണ്ണ് പരിചയത്തില്, ഞാൻ വിശ്വാസം പരിചയത്തില് എന്റെ ഓട്ടോയിലാണ് ഇവര് വെട്ടുകാട് പള്ളി, വേളി പള്ളിയിലൊക്കെ എല്ലാ മാസത്തിലെ വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച ദിവസവും എന്റെ ഡ്യൂട്ടിയാണ്. ഈ വീട്ടിൽ പോയിട്ട് ഈ ചേച്ചിയെ ഈ 2 കുഞ്ഞുങ്ങളെയും കയറ്റി നേരെ പാളയത്ത് ചെല്ലുമ്പോ ഈ ചേട്ടൻ ജോലി കഴിഞ്ഞ് മംഗളം പത്രത്തിലെ ജോലി കഴിഞ്ഞിട്ട് പാളയം പള്ളിയിൽ അവിടെ നിന്ന് കയറ്റി നേരെ വേളി വെട്ടുകാട് പള്ളിയിലൊക്കെ ഇവരെ കൊണ്ടുപോയി ഇവരെ കൂട്ടത്തിൽ ഇവരെ ആരം വാങ്ങിച്ച് മൊഴിയിരി കത്തിച്ച് നമ്മളെ അവരെ കൂട്ടത്തിൽ ഞാനും പോകും, പ്രാർത്ഥിക്കും. ഇവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് ഭക്ഷണം തരും, എനിക്ക് കാശ് തരും, വിടും. എല്ലാ മാസവും ഉള്ള ആ പരിചയം. അപ്പോഴ ചേട്ടൻ അവിടെ നിന്ന് വീട് മാറിപ്പോയി, വേറൊരു കട വീട് താമസമായി, അവിടെ നിന്ന് വീട് വിറ്റിട്ട് പോയി. അപ്പൊ ആ ചേട്ടൻ ഞാനോട്ടെ ഈ ബന്ധം അങ്ങ് വിട്ടു. അങ്ങനെ ഈ മുറിവേറ്റ് ഈ നിൽക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ ഈ കേശവസ്വരത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ദേവദാസിലൂടെ പറഞ്ഞ എന്റെ സാക്ഷ്യം ചുരുക്കി. ലൂക്കോസിന്റെ 10-ാം അധ്യായത്തില് 30-ാം വാക്യത്തില് അതിലൊരു ശമരിയക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ കർത്താവ് ഈ മനുഷ്യ രൂപത്തിൽ അവിടെ വന്നു. ആരടുത്തും എനിക്ക് പറയാൻ, എന്റെ അടുത്ത് ദൈവദാസത്തെ ചോദിച്ചാലില്ലേ എനിക്ക് മറുപടി വരും. അപ്പോഴനേകര് എന്റെ കൂട്ടുകാരൊന്നും അനേകര് കണ്ടിട്ടൊന്നും എന്റെ അവസ്ഥയൊന്നും ആരും അറിയുന്നില്ല. എനിക്ക് അങ്ങോട്ട് പറയാൻ ഒക്കൂല. ആരെങ്കിലും ചോദിച്ചാലില്ല പറയും, ആരും ചോദിക്കാനില്ല. അങ്ങനെ ഞാൻ മുറിപ്പെട്ട് അങ്ങനെ ഡോക്ടർമാരെ ഈ കുത്തുവാങ്ങി കേട്ട് അങ്ങനെ എല്ലാ വഴികളും എന്നെ അടച്ച് ദൈവം എല്ലാ വഴികളെ അടച്ച് എന്നെ അവരെടുത്തുകൊണ്ട് ഒതുക്കി അങ്ങനെ നിർത്തിയിട്ടാണ് തമ്പുരാൻ നേരിട്ട് ഈ മനുഷ്യ രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോഴാണ് എന്നെ കണ്ടോണ്ട് അണ്ണൻ ചോദിച്ചു, മധുവേ കണ്ടിട്ട് ഒരുപാട് നാളായിട്ട് എന്ത് വിശേഷം, എന്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞ് കുറച്ച് ഈ ചേട്ടനാണെങ്കിൽ അന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ SUT ഹോസ്പിറ്റലില് ഒരു ബന്ധു കിടക്കുന്നു. ആ ബന്ധുവിനെ നോക്കി പാളയത്തിന് ബസ് കയറിയതാണ്. ബസ് കേശവസ്വരത്ത് കൊണ്ട് നിർത്തി, പെട്ടെന്നിറങ്ങാൻ പറ്റിയില്ല. ആ കേശവസ്വരത്ത് കൊണ്ട് നിർത്തി. അങ്ങനെയാണ് ഇറങ്ങി എന്നെ കാണുന്നത്, ഈ ചേട്ടൻ എന്നെ കാണുന്നത്. പെട്ടെന്നിറങ്ങേണ്ട ആളെ, SUT ഹോസ്പിറ്റലിൽ പോകേണ്ട ആളെ എന്നെ കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണെന്ന്. എനിക്ക് ഇങ്ങനെ ഈ വൃക്ക ഓപ്പറേഷൻ ചെയ്ത് അത് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇടത് സൈഡിലെ വൃക്ക ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ ഇങ്ങനെയാണ് മതം, ഞാൻ ഇങ്ങനെ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് ഞാനിങ്ങനെ മെഡിക്കൽ കോളേജില് ഹോസ്പിറ്റലില് മരണ കിടക്കയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോഴും അവിടെ ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നു. അടുത്തൊരു രോഗിക്ക്. അപ്പൊ എന്റെ ചേട്ടൻ എന്റെ കൂട്ടത്തുണ്ട്. ഞാൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, ആ പാസ്റ്ററെ ഒന്ന് വിളിച്ച് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു ചോദിച്ചു. അവൻ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിക്കാം, ചില കാര്യങ്ങൾ ഉടമ്പടികളുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യം, എന്ത് ഉടമ്പടിയാണോ ചെയ്യാം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ ചേട്ടന് സൗഖ്യമായി. അഡ്രസ് എല്ലാം മാറ്റായിരുന്നു. അപ്പൊ പറഞ്ഞു സൗഖ്യമായിക്കോട്ടെ. ഈ ചേട്ടൻ ആ സ്ഥലത്ത് പോയി. ഉള്ളൂര് ഒരു ചർച്ച് കൂട്ടായ്മ, ബന്ധക്കോസ് ചർച്ചാണ്, മെഡിക്കൽ കോളേജിനടുത്തായിട്ട്, ഉള്ളൂര് ബ്രിഡ്ജിനടുത്ത്, പാലത്തിനടുത്തായിട്ട്, തോട്ടിന്റെ കരയിലാണ് ഈ ചർച്ച് നടക്കുന്നത്. അപ്പൊ ആ ചർച്ചില് ആണ് ഞാനിപ്പം പോണത്. അത് ഞാനിങ്ങനെ മരണമായി. അപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇങ്ങനെയാണ് അവസ്ഥ. നീ ഞാൻ പറഞ്ഞു ശരിയായിരുന്നു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. നീ ഒരു 3 ദിവസത്തെ ഒരു മീറ്റിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട്, നാളെ മറ്റന്നാൾ, മറ്റന്നാൾ 3 ദിവസത്തെ ഒരു ദേവദാസൻ വരുന്നുണ്ട്, ഒരു ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്.
നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇത് പോണത് എന്റെ വെച്ചില്ല. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും തടി തപ്പിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസ്ഥയൊക്കെ ആണെങ്കിലും എനിക്ക് ഇതില് ഇങ്ങനെ ഒരു സംഭവം പോണത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ വിടാന്ന് പറഞ്ഞു. ഞാൻ ഓട്ടോറിക്ഷയിൽ നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. വെളിയിൽ ഇറങ്ങി ഞാൻ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു. ചേട്ടൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കാശ് തന്നു പോയി. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ചേട്ടനെ കാണൂലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. പിറ്റേ ദിവസവും ഇതേപോലെ കേശവസ്വരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഈ ചേട്ടൻ വന്നു. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടണം. കണ്ടുമുട്ടി കാര്യങ്ങൾ പറഞ്ഞു, വീണ്ടും പ്രാർത്ഥന കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോവുകയാണ്. കേശവസ്വരത്തിന് കയറ്റി ആ മുട്ടട ഇങ്ങനെ പിന്നെ വണ്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോവേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേ കേട്ടാൽ ഇങ്ങനെ ഒരു വാക്കിന്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവേ. അപ്പൊ പിന്നെ നാളെ പ്രാർത്ഥനയ്ക്ക് വരാൻ അതിലെന്തെങ്കിലും തടസ്സം വല്ലതും ഉണ്ടോ? അത് ഇങ്ങനെ ചോദിച്ചു. അല്ല നാളെ ഓട്ടോ ഓടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യമല്ലോ ഇങ്ങനെ അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് വരാത്തതെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ആ ചോദ്യം എന്റെ അല്ല എന്നെ ഹർഷിച്ചിട്ട് എന്നിട്ട് ഒരു ഭാഗത്ത് ഈ ഡോക്ടർ ഇങ്ങനെ വേദനിപ്പിച്ച് നിർത്തിക്കുമ്പോ മറ്റൊരു ഭാഗത്ത് ഒരു ആശ്വാസ വാക്കും പറഞ്ഞു മറ്റൊരാള് എനിക്ക് പിന്നെ എന്റെ വാക്ക് തിരിച്ചു പറയാൻ എനിക്ക് വാക്കുകളില്ലാതായി പോയി. എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു വാക്കാണ് ഈ അതിൽ ഞാൻ സലണ്ടർ ആവേണ്ടി വന്നു. ആ വാക്കെന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ മനസ്സ് പറഞ്ഞ എനിക്ക് വേണ്ടി എന്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോണെന്ന് ഈ ചേട്ടൻ എനിക്ക് നാളെ ഫോട്ടോ ഓടുന്ന പൈസ പറഞ്ഞു. ഇന്നുവരെയും പറഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യൻ പണത്തിന് വേണ്ടി മനുഷ്യന് ഈ രീതിയിൽ നിൽക്കുമ്പോ ഇങ്ങനെ ഒരാളിന്റെ ഒരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എനിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞു എവിടെ ഈ സംഭവം ചോദിച്ചു. പറഞ്ഞിടത്ത് എനിക്കറിയാം സ്ഥലമൊക്കെ. ഞാൻ എന്നാലും ചോദിച്ചു എവിടെയാണ് സ്ഥലം. അതിനടുത്താണ്. എത്ര മണിക്കാണെന്ന് പ്രാർത്ഥന? അവർ ഇത്ര മണിക്കാണ് പ്രാർത്ഥന. ശരി, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അവിടെ നാളെ വന്നിരിക്കും. ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ലെന്നോ എന്റെ വാക്കാണ്. എനിക്കതാണ്. എനിക്ക് വേറെ ഒന്നും ഒരാളിനും കൊടുക്കാനില്ല. എന്റെ വാക്ക് അന്നും ഇന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാക്ക് പാലിക്കും. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പാവപ്പെട്ടാനോ വാക്കിന് ഭയങ്കര വില കൊടുക്കണം ആളാണ് അന്നും ഇന്നും. അതെന്നെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അറിയാം. വാക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. രാത്രി ഇങ്ങനെ ഉറങ്ങാതെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെന്നില്ലല്ലോ, ആളെന്നെ കാത്തു നിന്ന് കാണും എന്നൊക്കെ ഉള്ള ചിന്ത. അതുകൊണ്ട് വാക്കിന് അല്ലാതെ വേറെ ഒന്നും എനിക്ക് വരുന്നില്ല. എന്റെ വാക്കിന് ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ രാവിലെ ഇത്ര മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും പ്രാർത്ഥന. ഞാൻ നേരെ രാവിലെ എടുത്ത് വണ്ടി ഓടി എന്തെങ്കിലും ചെറിയ ഓട്ടം കിട്ടാൻ ഓടിയിട്ട് ഈ സമയത്തിന് മുമ്പേ അരമണിക്കൂർ മുമ്പേ വീട്ടിൽ ചെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ ഓട്ടോ എടുത്ത് ആ സ്ഥലത്ത് ചെന്നപ്പം ആരും വന്നിട്ടില്ല. ചർച്ചിൽ ആരും വന്നിട്ടില്ല. അതിനകത്ത് ഒരാള് നിൽക്കണമുണ്ട്, ഒരു വെള്ളയൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ട്. എന്നെ കണ്ടോണ്ട് ആള് ഇറങ്ങി വന്നു. പേരൊക്കെ ചോദിച്ചു, കൈ തന്നു, പേരൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. നല്ല സ്നേഹത്തോടെ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല ഇന്ന ആള് പറഞ്ഞിട്ട് വന്നതാണ്. ശരി. അന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കൂടിയത് 2006 ഈ കൂട്ടായ്മയിൽ അന്ന് ആദ്യമായിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കഴിയുന്നത്. അന്നും ഇന്നും 20 വർഷം അഭാവമാണ്. എനിക്കൊരു പുകഴ്ചയില്ല.
എന്റെ കർത്താവിന് മാത്രം സമയം വില കൊടുക്കണം. അന്ന് ഇന്നും ആരും മരണത്തിന് മുമ്പേ ആലയത്തിൽ പോയി. എന്റെ ജോലി എന്ന് വെച്ചാൽ ആലയം തൂക്കുക, പായിടുക, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യിക്കും. എല്ലാം എന്നെ ആരും ഏൽപ്പിച്ച ജോലിയൊന്നുമല്ല, സഭ ഏൽപ്പിച്ച ജോലിയൊന്നുമില്ല. എനിക്കെല്ലാരും ചെല്ലണതിന് മുമ്പേ ദൈവത്തിന്റെ ആലയത്തിന് എനിക്ക് ചെല്ലണം. അത് വീട്ടുകാരുമായിട്ട് പലപ്പോഴും ഞാൻ പണങ്ങിട്ട് അവരെയൊക്കെ കളഞ്ഞിട്ട് ഞാൻ പോകും. അവരെയൊക്കെ കളഞ്ഞിട്ട് പോയിട്ട് പിന്നെ അല്ലെങ്കിൽ വണ്ടി പിടിച്ചോ അല്ലെങ്കിൽ നടന്നാ പറഞ്ഞു. എന്റെ ടൈം വന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവദാസൻ മുട്ട് മടക്കണതിന് മുമ്പേ എനിക്ക് അവിടെ കയറിയിരിക്കും. ആ കയറി കഴിഞ്ഞാലൊന്ന് വെച്ച് ആൻസർ വാങ്ങും പറഞ്ഞല്ലാതെ ഞാൻ എന്റെ ഇരിപ്പിടത്തിലിരിക്കും. അന്നും ഇന്ന് ഞാൻ കുഞ്ഞുങ്ങളെ കൂട്ടത്തായിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഫ്രണ്ടിലിരിക്കണം എന്റെ ആലയത്തിൽ. ദൈവത്തോട് 55-56 വയസ്സായി. എനിക്കിന്നും ഒരു കുഴപ്പമില്ല, മുട്ടിനൊന്നും ഒരു കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല, എല്ലാത്തിനും ഒരു കുഴപ്പമില്ല. ഡോക്ടറൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് എടുക്കല്ലേ, അത് എടുക്കല്ലേ. ഞാൻ ചെയ്യാത്ത ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്യും. എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുള്ള കഴിവ്. എനിക്ക് അറിഞ്ഞുകൂടാത്ത ജോലികളൊന്നുമില്ല. കമ്പ്യൂട്ടർ മാത്രമേ അറിഞ്ഞൂടാ. കമ്പ്യൂട്ടറിൽ ഓഫീസ് വർക്കുകൾ ഒന്നും അറിഞ്ഞൂടാ. മറ്റുള്ള എല്ലാ ജോലി ഞാൻ ചെയ്യും. എന്നെ ജോലിക്ക് വിളിക്കണവരാരും പിന്നെ വിളിക്കാതിരിക്കില്ല. അങ്ങനെ ഞാൻ ആലയത്തിൽ അങ്ങനെ ഇന്നും ആരാധന മുടങ്ങാതെ 19 വർഷമായി. അപ്പം ചോദിക്കും കൊറോണ സമയത്തൊക്കെ എങ്ങനെ ചെയ്തെന്ന് ചോദിക്കും. കൊറോണ സമയത്ത് മധു ഞാനൊന്ന് ഇടപെടുകയാണ്. അന്ന് ചർച്ചിൽ ആദ്യമായിട്ട് ചെന്നല്ലോ. ചർച്ചിൽ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു പാസ്റ്റർ ഇറങ്ങി വന്ന് പരിചയപ്പെട്ടതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? അതൊന്ന് പറഞ്ഞാട്ടെ. അന്ന് പ്രാർത്ഥന സ്പെഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ഒരു പാസ്റ്ററും വൈഫുമായിട്ട് വന്നുള്ള ഒരു മീറ്റിംഗ് അന്ന് നടന്നത്. 3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അവിടെ പങ്കെടുത്തു. എന്നെ പിറ്റേ ദിവസമൊക്കെ എന്നെ ഫ്രണ്ടിൽ വിളിച്ചു നിർത്തി എന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് എന്റെ കയ്യിലൊക്കെ നൂല് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആ ദേവദാസൻ ചോദിച്ചു നൂലൊക്കെ കിടക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പാസ്റ്റേ അത് കിടന്നോട്ട്, കിടക്കണതിന് കുഴപ്പമില്ല, അത് സമയമാകുമ്പോൾ ദൈവം തന്നെ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അമ്പലത്തിലെ ആളൊക്കെ പോയി തൊഴുവങ്കോട് ദേവി ക്ഷേത്രത്തിൽ മാസത്തോറും പോണ ആളാ. പിന്നെ ആറ്റുവാല് ഇങ്ങനെയുള്ള അമ്പലത്തിലേക്ക് പോണ ആളാ ഞാൻ. ആ സമയത്താണ് ഞാൻ അങ്ങനെ പോയത്. അമ്പലത്തിൽ ഇതൊന്നും വിട്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ട് ഞാൻ പോയി 3 ദിവസത്തെ മീറ്റിംഗ് ആയി. പിന്നെ അവിടുത്തെ കാര്യങ്ങളായി. എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ആരോടെയും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഈ 3 ദിവസം മീറ്റിംഗില് കർത്താവ് സൗഖ്യം തന്നോ മധുവിന്? ഇല്ല, സൗഖ്യമൊന്നും തന്നില്ല. സൗഖ്യമൊന്നും മീറ്റിങ്ങിന് പോയെന്നേ ഉള്ളു. അപ്പോൾ ഞാൻ എന്നെ ഒന്നും വിട്ടില്ലല്ലോ. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പലതവണ ഹോസ്പിറ്റലായി, വിശ്വാസത്തിൽ തന്നെ ഹോസ്പിറ്റലായി. പക്ഷേ മധു പോയിട്ടുള്ള അല്ലാതെ ഞാൻ അങ്ങ് കർത്താവിന് കൊടുത്തിട്ട് ഇതായിട്ടില്ല. ഞാനൊരു പരുവത്തിന് എന്റെ രോഗസൗഖ്യം ആവണം, ഇതാണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെ ആണെങ്കിൽ എനിക്ക് രോഗസൗഖ്യം ആവണം. മറ്റുള്ള കാര്യങ്ങളൊന്നും വിടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ലോക കാര്യങ്ങളായിട്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ആ രീതിയിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് എല്ലാം അല്പക്ക് കുറച്ച് ആളെ കാണാതെ മനുഷ്യരെ പേടിക്കാതെ ഇതെല്ലാം കണ്ണുവെട്ടിച്ചു. പക്ഷെ ഇതെല്ലാം തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പോക്കും വരവും ഇതെല്ലാം കണ്ടുകൊണ്ട്. അപ്പോഴാണ് അങ്ങനെ ഇരുന്നപ്പോ ഇത് നടക്കുന്ന സംവിധാനമല്ല, ഈ പരിപാടി ഇവിടെ നടക്കൂല എന്ന് എനിക്ക് പിന്നത്തേന് മനസ്സിലായി. വർഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ഹോസ്പിറ്റലായി. വീണ്ടും എനിക്ക് വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിലായി. വീണ്ടും എനിക്ക് പറ്റുന്ന മരണം കിടക്കയിലായി. അന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആന്റിമാരുണ്ട്. ഇന്ന് അവരൊക്കെ നിത്യതയിൽ ആയി. പലരും നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നമ്മളെ കൈവിടാതെ ചേർത്തണച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആ കൂട്ടായ്മയിൽ ആന്റിമാരുണ്ടായിരുന്നു. നമ്മൾ അത്തരം സ്നേഹിക്കണം. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം മധു കുടുംബം അത്തരം സ്നേഹിക്കണം. അവരൊക്കെ വന്ന് ആ മെഡിക്കൽ കോളേജിൽ ഓടിയെത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വയറ് വീർത്തുപോയി. ഈ വൃക്ക
ഈ വൃക്കയും കൂടി നിലച്ചുപോയി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഈ വൃക്കയും ഇടം സൈഡിലെ വൃക്കയും കൂടി യൂറിൻ പോവാതെ വയറ് വീർത്ത് അങ്ങനെ നിലച്ചുപോയി മെഡിക്കൽ കോളേജിൽ. വിശ്വാസിച്ച് വന്നതിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മധു പോയതല്ലാതെ മധുവിന് മാറ്റമൊന്നും വന്നിട്ടില്ല അതുവരെ. അത് പിന്നത്തേനാണ് പിന്നെയാണ് ഞാൻ അന്നൊന്നും ഇത് ആയതല്ല. ഞാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദൈവത്തിന്റെ അടി എനിക്ക് അടി കിട്ടുമായിരുന്നു. അടി ഭയങ്കരപ്പെട്ട അടി, ഞെട്ടിക്കണ അടിയാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. അടിയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ അടി തന്നു ഓരോ സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ വരുമ്പോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ റെഡിയാക്കി എടുത്തോണ്ടിരിക്കുകയാണ് ദൈവം ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയല്ലോ, കൂട്ടായ്മയെ കൊണ്ടുപോയെങ്കിൽ ഞാൻ അങ്ങനെ ഓരോ സംഭവങ്ങളും ഞാൻ തന്നു അടി തന്നു. വീണ്ടും ഹോസ്പിറ്റലിലാവും, വീണ്ടും ഞാൻ സ്വപ്പം അനന്താന്തരപ്പെടും, വീണ്ടും ഇങ്ങനെ ഹോസ്പിറ്റലിലാവും. അങ്ങനെ എനിക്ക് ഒരിക്കൽ 5-ാം വാർഡിൽ മെഡിക്കൽ കോളേജ് 5-ാം വാർഡിൽ ഞാൻ മരണപ്രാളപ്പെട്ട് ബെഡിൽ ഇന്ന് 5-ാം വാർഡിലുള്ള ആളുകളെല്ലാം കൂടി എന്റെ ബെഡിന്റെ അടുത്ത് കൂടി ഞാൻ വേദന എടുത്ത് തലകുത്തണമെന്ന് വിളിക്കണം. എന്റെ ഭാര്യയുണ്ട്, എന്റെ ഭാര്യയുടെ അച്ഛനുണ്ട്, അമ്മാവനുണ്ട്. അവരാണ് എന്നെ അന്വേഷിക്കുന്നത്. എന്റെ വീട്ടുകാരൊന്നും ഇല്ല, എന്റെ ഭാര്യ. അവർക്ക് ആളുകളുണ്ട്. ഞാൻ അനാഥയില്ല, മോളാണ്. അതുകൊണ്ട് അപ്പനും മാമനും ഒക്കെ എന്നെ വന്ന് തന്നെ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് ഈ നേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് ഈ വൃക്ക പ്രവർത്തനം നിലച്ചതുകൊണ്ട് യൂറിൻ പോകൂല. യൂറിൻ പോവാതെ വയറങ്ങ് കയറിക്കരിക്കും. എനിക്ക് വേദന സഹിച്ച് നിൽക്കാൻ പോയി. അപ്പോഴീ ഡ്യൂട്ടി നേഴ്സ് ഈ പെയിൻ കില്ലർ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ, വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എനിക്ക് കുത്താൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ സമ്മതിച്ചില്ല. ഈ വേദന എടുത്ത് കൊളയണമെങ്കിൽ ഞാൻ നിർത്തിയതാ. അന്ന് കേശുവാറ്റിൽ വെച്ച് ആ ഡോക്ടർ പറഞ്ഞപ്പോ നിർത്തിയതാ ഇഞ്ചക്ഷൻ. പിന്നെ അതിനുശേഷം ഞാൻ എടുക്കൂല. എന്ത് വേദന വന്നാലും അല്ലാതെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കുകയും അങ്ങനെയൊക്കെ ഞാൻ സമീപിച്ച് ഐസ് കട്ട എടുത്ത് വെച്ചൊക്കെ വേദനയൊക്കെ മാറ്റണം. അല്ലാതെ ഈ ഇഞ്ചക്ഷൻ ഞാൻ എടുക്കൂലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോ കാണാൻ ഇവര് വിളിച്ചെന്നെ ഒരു ഒരു സാറുണ്ടായിരുന്നു അവിടെ മെഡിക്കൽ കോളേജില് ജോലിയുള്ള. ആ സാറിനെ വിളിച്ചപ്പോ സാർ ഉടൻ തന്നെ ഡോക്ടർമാരെ വിളിച്ച് വൃക്കയില് നെഫ്രോളജി വേണ്ടോന്ന് ഡോക്ടർമാർ ഓടി എത്തി ഉടൻ തന്നെ എന്നെ ഓപ്പറേഷൻ, എന്റെ ചർച്ചിന്റെ ഈ ആന്റിമാര് ഇവരൊക്കെ വന്നു, ഡോക്ടറൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ആളെ കൂടി എന്നെ ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി ടെൻഡിട്ട് യൂറിൻ എടുത്ത് കളഞ്ഞ് എനിക്ക് ആശ്വാസമായി. അങ്ങനെ ഞാൻ വീണ്ടും മരണത്തിന് ഞാൻ രക്ഷപ്പെടുന്നു. വീണ്ടും മെഡിക്കൽ കോളേജിൽ രക്ഷപ്പെട്ട് ഇറങ്ങി ഇങ്ങനെ ആയപ്പോൾ ഇതൊന്നും ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും ഞാൻ ഇങ്ങനെ പലതവണ ഇങ്ങനെ എനിക്ക് ദൈവം ഇങ്ങനെ എന്നെ മനസ്സിലായി ഇത് പരിപാടി നടക്കണ കേസല്ല എന്നുള്ള കേസ്, ഈ കറക്ക് കമ്പനി ഇവിടെ നടക്കൂല എന്നുള്ള കേസ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഞാൻ അന്ന് ഇരുന്ന ദൈവദാസന് ഞാനുമായിട്ട് ചർച്ചിനകത്ത് നമുക്ക് പ്രാർത്ഥിക്കാനെന്നും പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വേറെ ആരുമില്ല ചർച്ചിനകത്ത്. ഞാനുമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ തന്നെ അവിടെ ഞാൻ ആ ചർച്ച് ഹാള് മൊത്തം ഉരുണ്ട് ഞാൻ നിലവിളിച്ച് തലകുത്തനാണെന്ന് മുട്ടുമേൽ നിന്ന് ദൈവത്തോട്, വേറെ ആരുടെയല്ല, ദൈവത്തോട് നിലവിളിച്ച് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ ജീവിച്ചോളാം ഒറ്റ വാക്ക് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതാ. പാസ്റ്ററായിട്ടല്ല, പാസ്റ്റർ എൻ്റെ കൂടി ഉണ്ട്. ഞാൻ പാസ്റ്റർ മാത്രമേ ആ നാളിലുള്ളൂ, മറ്റൊരു മനുഷ്യനും ഇല്ല. ഞാൻ ജീവിച്ചോളാമെന്ന്, എനിക്കിങ്ങനെ വേദന സഹിക്കാൻ പറ്റൂല, ഇനി എന്നെ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്ത അന്ന് ആണ് എന്നെ പൂർണ്ണമായിട്ട് ദൈവം എന്നെ പിടിപ്പിച്ചത്. അതിനുശേഷം 19-20 വർഷമാകും. അതിനുശേഷം ഇന്ന് വരെ ഈ ലോകം വിട്ട് ഞാൻ ഒരിടവും പോകേണ്ടി വന്നിട്ടില്ല. അവർക്ക് അങ്ങനെ ഇരിക്കണം, ഡോക്ടർ പറഞ്ഞിരിക്കണതിന് കുഴപ്പമില്ല, അവർക്ക് അവിടെ ഇരിക്കണതിന് കുഴപ്പമില്ല. ഇനി കീറിപ്പൊളന്ന് എടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല. പനി വരാതെയൊക്കെ സൂക്ഷിച്ചാതെ മെഗ്ലസ് അടിക്കാതെ സൂക്ഷിച്ചു. അതിനുശേഷം പല പണി വന്നു. അതിനുശേഷം എനിക്ക് ഹാർട്ടിന്റെ അസുഖമുണ്ട്, എനിക്ക് പൾസിന്റെ, എനിക്ക് ഹൃദയടി നിന്ന് പോകും. കാർഡിയോളജിയിൽ ഞാൻ ചെക്കപ്പ് നടത്തണം മെഡിക്കൽ കോളേജില്. 10-15 വർഷം കൊണ്ട് കാർഡിയോളജിയിലെ ചെക്കപ്പ് എടുത്താണ്. എനിക്ക് പൾസ് ഇടി കുറവ് നിന്നു പോകും. അപ്പൊ ഞാൻ ഡ്രൈവറാണ്. പിന്നെ എല്ലാ ജോലിയും ഉണ്ട്. പറഞ്ഞല്ലോ, എനിക്ക് അറിഞ്ഞൂടാത്ത ജോലി. ഡ്രൈവർ ആണെങ്കിലും മറ്റുള്ള പണിക്ക് സ്വിമ്മിംഗ് പൂളിന്റെ എനിക്ക് വർക്കുണ്ട്.
സ്വിമ്മിംഗ് പൂളിന്റെ കമ്പനി ഡ്രൈവറായിരുന്നു. കൊറോണ സമയത്തൊക്കെ സ്വിമ്മിംഗ് പൂളിന്റെ കമ്പനിയുടെ ഡ്രൈവറായിരുന്നു ഞാൻ. ആ ഡ്രൈവർ ഞാൻ ജോലി വിട്ടു. എനിക്ക് 20,000 രൂപ ശമ്പളമുണ്ട്. ഒരു 10,000 രൂപ അല്ലാതെ എനിക്ക് ശമ്പളമായിട്ട് കിട്ടുമായിരുന്നു. കമ്പനി അറിഞ്ഞോണ്ട ലോഡ് ഇറക്കണ കയറ്റണ ഇതിനൊക്കെ എനിക്ക് പ്രത്യേകിച്ച് എഴുതി തരുമായിരുന്നു. അങ്ങനെ ആ പൈസ എന്റെ ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സമാണ്. ഞാൻ മറ്റൊരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുന്നത്. ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ എന്റെ ദൈവമായിട്ട് ഉടമ്പടി എടുത്തിട്ടുള്ളത്. ആത്മീയ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരുത്താതെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ആരാധനയൊന്നും എനിക്ക് മുടങ്ങുന്നത് എന്റെ ജീവിതത്തിലില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ. അതുകൊണ്ട് ഞാൻ കമ്പനി ആയിരുന്നപ്പോഴും അത് മുടങ്ങാതെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കമ്പനി ബാംഗ്ലൂരൊക്കെ മിക്ക മാസങ്ങളിൽ 2-3 തവണ ബാംഗ്ലൂർ പോകണമായിരുന്നു. തിരുനെറ്റിയിൽ കമ്പനി ആവശ്യം ഓട്ടങ്ങളായിട്ട് വണ്ടിയും കൊണ്ട് ഓട്ടം കൊണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഈ എന്നെ ആരാധന മുടക്കാൻ കരുതി ശത്രുവായു നല്ലപോലെ ഈ കമ്പനിയിലെ ഓണറായിരുന്നാലും, ഓണറെന്ന് ഞാൻ കുറ്റം പറയണല്ലേ, എന്നെ മുടക്കാൻ കരുതി ഓണറിൽ കൂടി ശത്രു മുടക്കണം. ആ ഡേറ്റ് ശനിയാഴ്ച വെള്ളിയാഴ്ചയൊക്കെ എന്നോട് ബാംഗ്ലൂർ പോകാൻ പറയും, ബാംഗ്ലൂർ പറയാൻ പറയും. അപ്പൊ ഈ ഓണർക്ക് അറിയാം ഞാൻ പറഞ്ഞാണ് കയറിയത്. ഓണർ എന്റെ കൂടി മറ്റൊരു കമ്പനിയിൽ നിന്ന ആളാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ കമ്പനി തുടങ്ങിയപ്പോഴാണ് എന്നെ അങ്ങോട്ട് വിളിക്കണത്. ആ കമ്പനി നിർത്തിയപ്പോൾ ഈ പുള്ളിക്കാരൻ അന്ന് അവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു. ഈ പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കമ്പനി ഇട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് കയറുന്നത്. കാരണം ഞായറാഴ്ച ദിവസം അത് എനിക്കറിയാമല്ലോ, മധുവിനെ അറിയാം. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്നാ ഈ വെള്ളിയാഴ്ച ഒക്കെ ആകുമ്പോഴേ എനിക്ക് ബാംഗ്ലൂർ ഓട്ടം തരും. അത് പോണം, അല്ലെങ്കിൽ എന്റെ 25 ലക്ഷമാണ് നഷ്ടപ്പെടുന്നത്. മധു ഈ സാധനം അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പോവും. എന്റെ ആവശ്യം കൂടിയില്ലേ എന്നുള്ള പോയിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. വഴിക്ക് റൂം എടുക്കാം, ചെലവിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എല്ലാം എഴുതി കൊടുത്താൽ മതി, റൂം എടുക്കാം. അപ്പൊ ഞാൻ വെള്ളിയാഴ്ച തിരിക്കുകയാണെങ്കിൽ ഞാൻ പോയി അവിടെ തങ്ങി റൂം എടുത്ത് തങ്ങി ചർച്ച് ദൈവദാസന്റെ കൂടി പറയുമ്പോൾ എനിക്ക് പറഞ്ഞു തരും, അവിടെ ചർച്ച ഏർപ്പെടുത്തി തരും. അങ്ങനെ കോഴിക്കോട്, തൃശ്ശൂര്, പിന്നെ കണ്ണൂര്, പിന്നെ ഇരിങ്ങാലിക്കുട, പിന്നെ പറവൂര്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ ആരാധനയ്ക്ക് കയറിയിട്ടുണ്ട്. ഈ ഓട്ടത്തിൽ തന്നെ തലേദിവസം കൊണ്ടിട്ട് റൂം എടുത്ത് തങ്ങിയിട്ട് രാവിലെ ഞായറാഴ്ച ദിവസം കുളിച്ചൊരുങ്ങി നേരെ അവിടെ ആരാധനയ്ക്ക് കയറിയിട്ട് ഞാൻ എന്റെ ജോലി കാര്യങ്ങൾക്ക് പോകും. അങ്ങനെ അതുകൂടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ ആരാധന മുടക്കാൻ അത് പറയാതിരിക്കാൻ അത് പറ്റൂല. എന്റെ ആരാധന മുടക്കാൻ വേണ്ടി അവസാനമായിട്ട് ശത്രു എന്നെ ഈ പോരാടിയ ഒരു സംഭവം, അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ശനിയാഴ്ച രാത്രി എന്റെ വണ്ടിയിൽ ലോഡ് നിറച്ച് സൈറ്റിലെ സാധനവും കെമിക്കലും ഇതെല്ലാം കൂടി ലോഡ് നിറച്ച് എന്റെ കൂടി ഒരു മുസ്ലിം പയ്യൻ ആഷിഖ് എന്ന് പറഞ്ഞ ആലപ്പുഴയുള്ള ഒരു പയ്യൻ എന്നെ കിളിയാട്ട് വന്നത്. അപ്പൊ ഞാൻ അവനോട് പറയണേ, എനിക്ക് നാളെ ആരാധനയ്ക്ക് പോകണം. എനിക്ക് ഇരിങ്ങാലിക്കുട ചർച്ചാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. ദൈവദാസൻ ഇരിങ്ങാലിക്കുടയിലുള്ള ഒരു ചർച്ചാണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഭയിലെ ദൈവദാസനാണ്. ഇതെല്ലാം എനിക്ക് ഏർപ്പെടുത്തി തരണം. അപ്പൊ അവിടെ എനിക്ക് എത്തണം. അപ്പൊ ഈ ആച്ചിക്ക് പറഞ്ഞ ഇല്ല എന്നാ കുഴപ്പമില്ല, ഞാൻ അവിടെ കൊണ്ടെത്തിച്ചാൽ മതിയല്ലാണ് എന്നാണ്. അല്ലെങ്കിൽ നീ ഇപ്പം പറയണം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബാംഗ്ലൂര് ഇവിടെ ആരാധന കൂടിയിട്ട് നാളെ തിരിക്കാം. ഇല്ല യവന്റെ ഉറപ്പില് മാത്രമേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സന്ധ്യയായപ്പോഴ് വണ്ടി എടുത്ത് നേരെ വയനാട് വഴിക്കാണ് വരുന്നത്. വയനാട് വഴിക്ക് നേരെ വന്ന കർണാടക രാത്രി മുഴുവൻ ഓട്ടിച്ചാണ് വന്നത്. വനത്തിനകത്തൂടി ഓട്ടിച്ചാണ് വന്നത്. ഓടിച്ച് കർണാടക ലാസ്റ്റില് വയനാട് ഇറങ്ങുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് കർണാടക രാത്രി. ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഒന്ന് പേപ്പറൊക്കെ കാണിച്ചപ്പം നേരം വെളുത്ത് 4 മണി ആവാറായി. അവിടെ ഒരു ചായത്തട്ടുണ്ടായിരുന്നു. ചായത്തട്ടി കയറി ഞാനും ഈ പുള്ളിക്കാരൻ 2 ചായ വാങ്ങിച്ചു കുടിച്ചു ഉറക്കഴിഞ്ഞ് വരെയാണ്. കുടിച്ച് നേരെ താമരശ്ശേരി മോളിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കയറിയിട്ടുമില്ല ഇറങ്ങിയിട്ടുമില്ല. ഞാൻ ഈ തമിഴ്നാട് വഴിയും വേറെ വഴിക്കൊക്കെയാണ് ബാംഗ്ലൂർ പോയിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഈ അപ്പൊ നമ്മൾ രാത്രി മൊത്തം ഓടി വന്നതാണ്. വന്നിട്ട് മുകളിൽ കൊണ്ട് നിർത്തി, വണ്ടി നിർത്തുന്ന സ്ഥലമുണ്ട് താമരശ്ശേരി ലോകത്തിന്റെ മുകളിൽ വീതി കൂടി. അവിടെ നിർത്തിയിട്ട് താഴോട്ട് നോക്കിയപ്പോ കാണാൻ ഈ ലൈറ്റ് ഇട്ട് വണ്ടികൾ ഇങ്ങനെ കറങ്ങി എന്റെ കാല് രണ്ടും ഇങ്ങനെ മുട്ടടിച്ചു തുടങ്ങി. എന്ന് വെച്ചാൽ എനിക്ക് ഇരിക്കാനെക്കൂടെ എത്തേം വേണം, ശകലം പോലെ റെസ്റ്റ് എടുക്കാൻ പാടില്ല, ഈ ജ്വരം ഇറങ്ങുകയും വേണം. ഞാൻ ആദ്യമായിട്ടാണ്
വീട്ടില് എനിക്ക് വേറെ ഒന്നും മനസ്സിലാവും. ചത്ത ചാവണേ പോണെന്ന് എനിക്ക് ആരാധനയ്ക്ക് കാരണം ഇരിങ്ങാലിക്കൂടെ. അങ്ങനെ നേരെ കയറി വണ്ടി എത്തണ്ടെന്ന് പറഞ്ഞ് ഒപ്പുവാന്ന് പറഞ്ഞു പോയി. പകുതി വഴി വന്നപ്പം പാസ്റ്ററെ ഈ കൊച്ചൻ പറഞ്ഞ് അണ്ണാ എനിക്ക് വയറ് വല്ലാതെ വരണമെന്ന് പറഞ്ഞു. ഓ, വണ്ടി നിർത്താതിരിക്കാവോ? വയറ് വല്ലാതെ വരണം എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി നിർത്തി അവിടെ വീതി അവിടെ ഈ വളവിലൊക്കെ വീതിയുള്ള സ്ഥലമുണ്ട്. അവിടെ വണ്ടി നിർത്തിയിട്ട് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുപ്പി എടുത്തോണ്ട് ഈ കൊച്ചനങ്ങ് കാട്ടിന്റെ ഇടയിലോട്ട് ഓടി. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ശകലം സ്റ്റിയറിംഗിൽ കമന്നിങ്ങനെ ഇരുന്ന് പറയും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പോവാണെന്ന് പറഞ്ഞപ്പോ നേരെ വണ്ടി കയറി വന്നു. ഞാൻ തിരൂര് നേരം വെളുത്ത് താമരശ്ശേരി ചുരം ഇറങ്ങി നേരം വെളുത്തപ്പം കാണാൻ ഞാൻ 2 സൈഡ് എനിക്കറിയാം. എന്റെ മനസ്സ് പറയട്ടെ, ഇരിങ്ങാലിക്കുട ഇന്ന് സമയത്തിന് എത്തൂല, എത്താൻ സാധ്യതയില്ല. ഞാൻ പാസ്റ്റർ വിളിച്ചായിരുന്നു ഇതിനിടയ്ക്ക്. അപ്പൊ പാസ്റ്റർ പറഞ്ഞ് എത്തും. അപ്പൊ ഞാൻ പറഞ്ഞ പാസ്റ്ററെ ഫോണ് ആരെങ്കിലും സഹോദരൻ്റെ കയ്യിൽ കൊടുത്തിരിക്കണം. പാസ്റ്റർ ശുശ്രൂഷ തുടങ്ങിയാൽ പിന്നെ എനിക്ക് വിളിക്കാൻ ഒക്കൂല. അത് കൊടുത്തിരിക്കാൻ ബ്രദറെ, കുഴപ്പമില്ല, ഞാൻ വിളിക്കുന്നത്. പാസ്റ്റർ മോന്റെ ഒരു കൊച്ചു മോന്റെ ഈ ഫോണ് കൊടുത്തിട്ടാണ് ശുശ്രൂഷ. ഞാൻ ഈ താമരശ്ശേരി ചുരം ഇറങ്ങി ആ സമയം തൊട്ടേ 2 സൈഡിൽ ഞാൻ നോക്കി വണ്ടി ഓട്ടിക്കണം. ആരെങ്കിലും ബൈബിൾ വേദവസ്തുവും കൊണ്ടുപോകണമെങ്കിൽ അവിടെ വണ്ടി നിർത്തി അവരെ കൂട്ടത്ത് കൂടാം. അവിടെ ചെന്ന് കുളിച്ചു പല്ലി തേച്ച്, ഡ്രസ്സെല്ലാം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. കുളിച്ചു പല്ലി തേച്ച് ഏത് ചർച്ച ആയിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് ആരാധനിക്കാണ്. ഇതിന്റെ പൊന്നു മാത്രമേ ഞാൻ 2 സൈഡിലായിട്ട് വണ്ടി, ഒരൊറ്റ മനുഷ്യരെ എന്റെ കണ്ണി കാണിക്കണില്ല. ഞായറാഴ്ച ദിവസമാണ് വേദവസ്തുവും കൊണ്ടുപോകണം, ഒരാള് പോലും എന്റെ കണ്ണി കാണിക്കണില്ല. തിരൂര് വന്നപ്പോ കാണാം ഈ കൊച്ചൻ പറഞ്ഞ വണ്ടി ചവിട്ടെന്ന് പറഞ്ഞു. വണ്ടി ചവിട്ടെന്ന് ഇവനാണ് എനിക്ക് സ്ഥലം പറഞ്ഞു തരേണ്ടത്. എനിക്ക് റൂട്ട് അറിഞ്ഞൂടാ. ഈ റൂട്ടിട്ട് ഇവനെ അറിയാം കറക്റ്റ് റൂട്ട്. സ്ഥലം പറഞ്ഞു തരേണ്ട ഈ കൊച്ചന്. ഇവന്റെ ധൈര്യ ഉറപ്പിലാണ് ഞാൻ വരണത്. ഞാൻ തമിഴ്നാട് വഴിയൊക്കെ പോണത്. ആ ഒരു വഴിയിട്ടുണ്ടെങ്കിൽ ഈ ഇരിങ്ങാലിക്കുടയിൽ എത്താൻ വേണ്ടി എനിക്ക് ഷോർട്ട് വഴികളൊന്നും അറിഞ്ഞൂടെ. ഈ തിരൂരെത്തിയപ്പോഴ് ചേട്ടാ വണ്ടി നിർത്തന്ന് പറഞ്ഞ് ഞാൻ വണ്ടി ഒതുക്കി ചവിട്ടി. എന്റെ പേഴ്സ് പോയെന്ന് പറഞ്ഞു. അതിൽ ലൈസൻസ്, പണം ഇല്ലെങ്കിൽ ലൈസൻസ്, ID കാർഡ് എല്ലാം ആണ്. പേഴ്സ് പോയത് അവിടെ താമരശ്ശേരി ചുരം ഞാൻ പോയെടുത്ത പേഴ്സ് പോയി നഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെ ഇറങ്ങി മാത്രം. അപ്പൊ എന്നെ ഉപേക്ഷിച്ചോട്ടെ, ഞാൻ എന്തെങ്കിലും വണ്ടി പിടിച്ച് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ ഞാൻ വഴി പറഞ്ഞു തരാം അണ്ണൻ വിട്ടോണ്ടാ മതി. എന്റെ പോലെ ഭാഷ വിട്ട് റോഡ് പണി നടക്കുന്നത്. ഞാൻ ഇരിങ്ങാലിക്കൂടെ ചോദിച്ചു വണ്ടി വിടയാണ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ എന്റെ പിന്നെ ഈ ശനിയാഴ്ച രാത്രി തന്നെ എന്റെ ബെൽറ്റ് പൊട്ടിപ്പോയായിരുന്നു. പാന്റിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയായിരുന്നു. അപ്പോഴ് ഈ ബെൽറ്റ് യവന്റെ ബെൽറ്റാണ് എനിക്ക് ആരാധിക്കാൻ വേണ്ടി തരാന്ന് പറഞ്ഞത്. നേരം വെളുത്ത് ബെൽറ്റ് ഒന്നും വാങ്ങിക്കാൻ ഒക്കില്ല. പാന്റിന്റെ ബെൽറ്റ് പൊട്ടിപ്പോയ അപ്പൊ ഇവന്റെ ബെൽറ്റ് ഉണ്ടല്ലോ, ഇവനും പോയി, അവന്റെ ബെൽറ്റും പോയി, എല്ലാം കൂടി ഇവൻ ഇറങ്ങി വേറെ പോയിട്ട് ഞാൻ വണ്ടി വിട്ട് ഇവനവിടെ ഉപേക്ഷിച്ച് അവൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. ഏതെങ്കിലും പോയോ. അപ്പൊ തിരിച്ച് ഇവിടെ വരാമെന്നും പറഞ്ഞു. ഞാൻ നേരെ വണ്ടി വിട്ടപ്പോ കാണാം വണ്ടി വിട്ട് ഇരിങ്ങാലിക്കൂടെ അവിടെ എത്താതെ കാരണമാണ് ഒരു ഈ ടാർപ്പൊക്കെ ഒരു വഴി ഏതെടുത്താലും 100 രൂപ 99 രൂപയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കട, അടപ്പും തെറപ്പൊന്നും ഇല്ലാത്ത ടാർപ്പം കെട്ടിയിരിക്കണം. അപ്പൊ ടാർപ്പം മാറ്റി ഒരാളവിടെ നിൽക്കണം. നേരെ വണ്ടി അവിടെ നിർത്തിയിട്ട് നേരെ ഓടിച്ചെന്നൊരു ബെൽറ്റ് 100 രൂപ കൊടുത്തിട്ട് ബെൽറ്റ് എടുത്ത് നേരെ പോയി ഫോൺ വിളിച്ചപ്പോ കാണാം ഈ കൊച്ചൻ സൈക്കിളും വെച്ചോണ്ട് സിഗലിന്റെ അവിടെ നിപ്പുണ്ട് ഈ കൊച്ചൻ ഒരു ബേക്കറിയുടെ അടുത്ത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പോവാങ്ങളെ എന്ന് പറഞ്ഞ ഞാൻ വന്ന സൈക്കിൾ മുമ്പേ വിട്ട് ഞാൻ പറക്കന്നെ വണ്ടി അവിടെ കൊണ്ടൊന്ന് ഇട്ട പാതി ഇടാത്ത പാതി ഏറ്റ ചെറുക്കൻ ഈ കൊച്ചൻ ഈ മോൻ വീട് തുറന്നു തന്ന് ബാത്റൂമൊക്കെ കാണിച്ചു തന്ന് നേരെ അവൻ അവിടെ ചെന്ന് കുളിച്ചിട്ടടിയായി നേരെ ആരാധനയ്ക്ക് ഞാൻ കയറി. എന്റെ ജീവിതത്തിൽ എന്നെ മുടക്കാൻ അമ്മ ഒറ്റ ഒരു സംഭവം മുടങ്ങിപ്പോയത് എന്റെ ജീവിതത്തിന് വിട്ടില്ല. അവിടെ അന്ന് ഞാൻ ആരാധനയ്ക്ക് കൂടി. ആ ദൈവദാസൻ ചോറൊക്കെ തന്ന് അയക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഉറങ്ങിയിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട പാസ്റ്റർ, ഞാൻ പോകുന്നുണ്ട്, എല്ലാം കഴിഞ്ഞു, എനിക്ക് ആരാധനയ്ക്ക് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഈ അവിടെ ആരാധനയ്ക്ക് കയറേണ്ട കേസിന് പാസ്റ്റർ ഈ സ്ഥലത്ത് എന്റെ ഇനി വേറൊരു വീണ്ടും കൂടി ഒന്ന് തിരിച്ചു വന്നോട്ടെ. എന്റെ സ്ഥലത്ത് എന്റെ ഈ വീട്ടിന്റെ അവിടെ ഞാൻ 6 കൺവെൻഷൻ ഞാൻ നടത്തി. എന്റെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എന്റെ ചെമ്പൂര് ഭാഗത്ത് ഞാൻ 6 കൺവെൻഷൻ നടത്തി. 6 കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജനം അറിയണമല്ലോ, ഞാൻ ദൈവത്തെ അറിഞ്ഞത് ജനം അറിയണമല്ലോ.
അതുകൊണ്ട് ഞാൻ ഒളിച്ചു വെക്കാൻ പാടില്ല. അവിടെ പോയി ആറ് കണ്ട ഞാൻ ഒറ്റയ്ക്കാവും. എന്റെ ഒരു സഹോദരനും കൂടി ഉണ്ടായിരുന്നു നേരത്തേക്ക്. ആദ്യമായിട്ട് ഞാൻ ചെന്ന് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് ഫ്ലെക്സ് വെക്കണതും ഇത് ഓടിക്കണം കുഴിച്ചിടണതും ഫ്ലെക്സ് വെച്ച് കെട്ടുന്നതും ഒറ്റയ്ക്ക്. ഭാര്യയും കമ്പിയൊക്കെ കൊണ്ടുവന്ന് അവിടെ കാര്യങ്ങൾ അവിടെ അമ്പലമൊക്കെ ഉണ്ട്. അമ്പലമൊക്കെ നമ്മളാ കൊണ്ടുവന്ന് ആദ്യത്തെ കമ്മിറ്റി മുമ്പല അവിടെ ഒരു അമ്പലം. ഇത് ഇപ്പൊ അവിടെ കേൾക്കുന്നവരെല്ലാരും ഇത് കേൾക്കണം. എന്റെ സാക്ഷി നിങ്ങൾ യൂട്യൂബിൽ ഇടുമ്പോ ദൈവം സഹായിച്ച് ഇത് കേൾക്കണം. അവിടെ ഒരു ദൈവമില്ലായിരുന്നു എന്റെ സ്ഥലത്ത്. അതുകൂടി ഞാൻ ഇനി ഇടയ്ക്കൂടി ഒന്ന് പറയാം. അവിടെ ദൈവമില്ലായിരുന്നു, നമുക്കൊരു ദൈവമില്ലായിരുന്നു അവിടെ. എന്റെ കുടുംബ സ്ഥലത്ത് ഈ ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ദൈവമില്ലാതിരുന്നപ്പോഴേ നമ്മൾ അവിടുത്തെ കാശെല്ലാം പിരിച്ച് മറ്റു കരക്കയർ പിരിച്ചുകൊണ്ടുവന്ന് മറ്റു അമ്പലത്തിൽ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മളെല്ലാരും കൂടി അന്നത്തെ ചെറുപ്പക്കാരൻ നമുക്കൂടെ ഒരു ദൈവം ഉണ്ടാക്കി. ഈ കാളക്കുട്ടി ഉണ്ടാക്കിയതുപോലെ മോശേര് അഗുരവിന്റെ ഇതില് കാളക്കുട്ടി ഉണ്ടാക്കിയത് നമ്മൾ അവിടെ ഒരു ദൈവത്തെ കൊണ്ട് ഇന്ന് വലിയ അമ്പലമാണ് എന്റെ അവിടത്തെ. ഞാൻ അതിന്റെ ആദ്യത്തെ കമ്മിറ്റി മെമ്പറ അവിടുത്തെ ഈ അമ്പലത്തില്. ഇന്ന് അവിടെ ഒരു അമ്പലം ഉണ്ട്. നമ്മള് ഈ അമ്പലത്തിന്റെ അവിടെയൊക്കെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് 6 വർഷം ഈ കൊറോണ സമയത്ത് 7ാമത്തെ കൺവെൻഷൻ ഞാൻ ഫ്ലെക്സ് എല്ലാം അടിച്ചു വെച്ചതാ പാസ്റ്ററെ. കൊറോണ ആദ്യം വന്നിട്ട് അങ്ങ് പോകുമെന്ന് വിചാരിച്ച് പിന്നെ ആ കൺവെൻഷൻ എനിക്ക് നടത്താൻ പറ്റില്ല. പിന്നെ ദൈവാലോചന വന്നിട്ട് പിന്നെ അവിടെ പിന്നെ ഞാൻ കൺവെൻഷൻ നടത്തേണ്ടെന്ന് ദൈവാലോചന. അവിടെ അറിഞ്ഞൂടാത്തതും അവിടത്തെ കുറിച്ച് അറിഞ്ഞൂടാത്തതും ചില ദൈവദാസന്മാരും പറഞ്ഞു ഞാൻ അവിടെ പോയി കൺവെൻഷൻ നടത്തേണ്ട കാര്യമില്ല, അവിടെ കൺവെൻഷൻ നടത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞവരെല്ലാം ആ രീതിയിൽ തലമുറകളെല്ലാം പോയി ആ രീതിയിൽ. ഇനി സുവിശേഷം കേൾക്കാൻ ആരുമില്ല അവിടെ. ഇനി ജനിക്കണ കുഞ്ഞുങ്ങളെ മാത്രമേ സുവിശേഷം കേൾക്കാനുള്ളൂ. അല്ലാതെ സുവിശേഷം കേട്ട് മടുത്ത ജനമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് ഇനി അവിടെ പോയി പൈസ മുടക്കണ്ട. അതുവിന് അവിടെ അല്ല ദൈവം കണ്ടിരിക്കണത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആലോചന എനിക്ക് തന്നതുകൊണ്ട് അവിടുത്തെ കൺവെൻഷൻ ഞാൻ നിർത്തിവെച്ചു. അവിടുത്തെ കൺവെൻഷൻ നിർത്തിവെച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ഈ ജീവിതത്തിൽ എന്നെ. അതുകൊണ്ട് ദൈവം ഇന്ന് അങ്ങനെ ഈ കൊറോണ കാലത്ത് പെട്ടെന്ന് പറഞ്ഞിരിക്കാം. സമയമുണ്ടോ പാസ്റ്ററെ? എടുത്തോ, അല്പസമയം എടുത്തോ. അപ്പൊ ഞാൻ ഈ ദൈവത്തെ അറിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു കുടുംബം, എന്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്റെ മോനാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. മോന് മുകളിലത്തേലുണ്ട്. അപ്പൊ ഇന്ന് ഈ കൊറോണ കാലം എത്തിയപ്പോഴ് എന്റെ മോള് പഠിച്ചു. മോള് പഠിച്ചു. നമ്മള് അങ്ങനെ മോള് കോളേജ് ബിടെക് ഇലക്ട്രിക് ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. അവള് പഠിച്ച് പാസ്സായി. അങ്ങനെ നിന്നപ്പോ കാണാം അവള് പിന്നെ മക്കള് വിശ്വാസത്തിലേക്ക് വന്നല്ലോ പാസ്സായി. ഞാൻ അത് പറഞ്ഞില്ല. അവര് ഇത്തിരി എതിർപ്പുണ്ടായിരുന്നു എന്റെ ഭാര്യക്കൊക്കെ. പെന്തക്കോസ്ത് എന്ന് പറയണത് പെട്ടെന്ന് എങ്ങനെ വരാം. ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ രക്തബന്ധങ്ങളോടെയൊന്നും എനിക്ക് ചോദിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചാൽ ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോണെങ്കിൽ നിന്റെ അടുത്ത് നിന്റെ അനുവാദം വേണം. ഇത് എന്റെ കല്യാണം കഴിക്കാൻ എന്റെ കർത്താവിന് എന്റെ വ്യക്തിപരമായുള്ള ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ കളയാം എന്ന് പറഞ്ഞു. എന്റെ മറുപടി അത് മാത്രം. പിന്നത്തേന് എന്റെ വൈഫും എല്ലാം വന്നു. പിന്നെ വേറെ എതിർപ്പൊന്നും നമുക്കില്ല. അവള് വീട്ടുകാർ അച്ഛനൊക്കെ വന്ന് ചെറുതായിട്ടൊക്കെ ഒരു എതിർപ്പെടുത്തിട്ട്, അല്ലാതെ എന്നോട് ആരും എതിർക്കാനൊന്നും. ഇതിന് പലർക്കും എതിർപ്പുകളുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എന്റെ ജീവിതത്തില് ആരും എതിർക്കാൻ വരില്ല. എന്റെ സ്വന്തം ഇഷ്ടമാണ്. ഞാൻ ആരെയും ചെലവിനല്ല ജീവിക്കണത്. എന്റെ അടുത്ത് അങ്ങനെ ഒരാളെന്ന് ഒരു ഹിന്ദുക്കളോ ഒന്നും എന്റെ അടുത്ത്. അവരെല്ലാം എന്റെ സ്നേഹിതന്മാരാ. എന്റെ കൺവെൻഷന് അവരെല്ലാം വന്ന് എന്റെ കൺവെൻഷൻ വരണതാ. എന്റെ കൺവെൻഷൻ അവരെല്ലാം അവരാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും എന്നോട് എനിക്ക് അങ്ങനെ ഒരു എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്റെ കർത്താവിനെ അറിയാൻ വേണ്ടി. അതുകൊണ്ട് എന്റെ സുഖമില്ല. അതുകൊണ്ട് എന്റെ കർത്താവിനെ അറിഞ്ഞു. എന്റെ മകള് പഠിച്ചു, എന്റെ മകനും പഠിച്ചു, മോള് പഠിച്ചു. അങ്ങനെ അപ്പൊ അവള് ദൈവ നിർബന്ധത്താണെങ്കിലും എന്റെ നിർബന്ധം ഭയങ്കര എന്റെ വീടെന്ന് വെച്ചാൽ ജയില് പോലെ. എന്റെ മക്കളെ എനിക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, മക്കളോട് സ്നേഹമുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര ആർക്കും ചിട്ടയില്ല ഞാൻ മോളത്തണം എന്ന് വെച്ചാൽ അത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കണം. അതുകൊണ്ട് വളരെ ഭയത്തോടെ 2 പ്രാവശ്യം മാത്രമേ എന്റെ മക്കളെ ഞാൻ തല്ലിയിട്ടുള്ളൂ. ഓരോ പ്രാവശ്യം മാത്രം. കൊച്ചു പ്രായത്തില് ഓരോ പ്രാവശ്യം. എന്റെ മോളെ ഒരു ദിവസം ഞാൻ അടിച്ചിട്ടുണ്ട്. എന്റെ മോനെ ഞാൻ ഒരു ദിവസമേ അടിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഇതുവരെ അടിക്കേണ്ടി വന്നിട്ടില്ല. അവരിന്ന് മെയിനായിട്ട് എനിക്കൊരു ഭാര്യ, എന്റെ 2 മക്കൾ. ഇതൊക്കെ എങ്ങനെ ദൈവം തന്നെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ ഈ ജീവിതം അനുസരിച്ച് ഇവരെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ 2 മക്കളെയും വൈഫിനെ കിട്ടിയത് അതെല്ലാം ദൈവത്തിന്റെ ഒരു ഇതാ. അല്ല എന്റെ ഈ ജീവിതം അനുസരിച്ച് ഞാൻ മക്കളെ. പക്ഷെ അവരെ അറിവായുള്ള സമയത്ത് തന്നെ ദൈവം പിടിക്കപ്പെട്ടതും
ഞാൻ ദൈവത്തിന് വഴങ്ങിയതും ഒക്കെ. പിന്നെ അവർക്ക് ഒരു ഇതായി, അങ്ങനെ ഒരു അച്ഛന്റെ മക്കളെന്ന പേര് കേൾക്കേണ്ട ഒരു ഇത് വന്നില്ല. അവർക്കും ഒരു ആശ്വാസമായി. അവർ നിർബന്ധത്തിലാണെങ്കിൽ അവർ വിശ്വാസത്തിൽ വന്നു, അവർ പഠിച്ചു. പിന്നെ കൊറോണ സമയത്ത് എന്റെ മോക്ക് ഒരു വിളിച്ചൊരു ജോലി, അത് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സംഭവം. വിളിച്ച് ജോലിക്കൊന്നും അന്വേഷിച്ച് ചെറിയ ചെറിയ ജോലികൾ അവള് ചെയ്ത് പഠിച്ചിറങ്ങി, വീട്ടൊക്കെ പഠിച്ചിറങ്ങി ചെറിയ ചെറിയ ജോലികൾ അവള് ചെയ്ത്. സ്കൂളിൽ പഠിപ്പിക്കാൻ, പ്രീ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി. പിന്നെ അല്ലാതെ കോളേജിന്റെ അവരെ കമ്പനിയിൽ തന്നെ വിളിച്ചു കുറച്ചു ദിവസം ജോലി അങ്ങനെ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മസ്കറ്റിലൊരു ജോലി അവൾക്ക് വിളിച്ച് കൊടുക്കുകയായിരുന്നു. കൊറോണ സമയത്ത് അവിടെ നിന്ന് ആളുകളെല്ലാം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇറങ്ങുമ്പോ എന്റെ മോൾ അങ്ങോട്ട് കയറി പോവുകയായിരുന്നു. ആ ജോലിക്കായി കയറിപ്പോണം. അപ്പോൾ കയറ്റി വിട്ട ആള് പറഞ്ഞ ഇതുപോലെ പലരും ചോദിക്കും, ഈ തട്ടിപ്പാണെന്ന് ചോദിക്കും, അതുകൊണ്ട് ഈ പേപ്പറുകളെല്ലാം നീ കയ്യിൽ വെച്ചോളണോ എന്ന് പറഞ്ഞു. പേപ്പറുകളെല്ലാം കയ്യിൽ വെച്ചോളണം. പഠിച്ച ജോലിയല്ല, ബാങ്കിന്റെ മണി എക്സ്ചേഞ്ച്, കാനറ ബാങ്കിന്റെ മണി എക്സ്ചേഞ്ചിലായിട്ട് ഒരു സാറ് വിളിച്ച ആ ജോലി കിട്ടാൻ സാധ്യത അതുകൂടി ഞാൻ പറയാം. അതും ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തിയാ. ഈ അവിടെ മാനേജ് ചെയ്തിരിക്കുന്ന സാറിന്റെ മോൻ ഈ ബിടെക് പഠിച്ചിട്ട് ഈ ഇലക്ട്രിക് ഇലക്ട്രോണിക് പഠിച്ചിട്ട് ജയിക്കണില്ല. അപ്പൊ ട്യൂഷന് വേണ്ടി ഒരു സാറിനെ ഒപ്പിച്ചു കൊടുക്കണം. അപ്പൊ എന്റെ മോളെ ബയോഡേറ്റ എല്ലാം ഒരു നമ്മളെ ഒരു ആത്മീയ ബന്ധത്തിലുള്ള ഒരു സാറിന്റെ കൊടുത്തിട്ട്, ഈ സാറും ആ സാറുമായിട്ട് കൂട്ടുകാരാ, ഫ്രണ്ട്സാ. അപ്പോൾ ഈ സാറിന്റെ കൂടിയാണ് വിളിച്ചു പറയുന്നത്, നാട്ടിലുള്ള സാറിന്. അപ്പൊ ഈ സാറിന്റെ എന്റെ മോളെ ബയോഡേറ്റ ഇരിക്കുകയാണ്. അപ്പൊ ഈ സാറ് പറഞ്ഞു, ഈ ദേവിക ബിടെക് പാസ്സായതാണല്ലോ, അപ്പൊ ദേവിയെ മേടിച്ചാൽ സാറിനെ കിട്ടുമെന്ന് പറയും. എന്റെ മോളെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു, സാറുണ്ട് സാറേ, നമുക്ക് എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്. അങ്ങനെ ആ സാറിന് മോന്റെ ട്യൂഷന് വേണ്ടി പിന്നെ വഴി ഒരുക്കി കൊടുത്തപ്പോഴ് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു. ദേവിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വേക്കൻസി വന്നത്. അപ്പൊ ആ സാറ് ചോദിച്ച്, നമുക്ക് ദേവിക്ക് കൊടുത്താൽ എന്ത് ഈ ജോലി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ജോലിക്ക് അവളെ എന്റെ മോക്ക് ജോലി കിട്ടണം. അങ്ങനെ ജോലി കിട്ടി, എന്റെ മോള് കയറി പോയി. അപ്പൊ നമ്മൾ കേശവന്റെ വീട്ടിൽ ഈ സാറ് അവന്റെ കയറ്റി അയച്ച സാറ് പറഞ്ഞ്, അത് വീട് മാറണം, ഇനി മോളെ സംബന്ധ ആലോചന ഒക്കെ വരെയാണ്, ഈ വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, ഈ വീട് വന്ന് കണ്ട് നമ്മൾ ഇത്രയും വർഷം ദൈവം നടത്തിയ വീട്, ഈ വീട് കണ്ട് എന്റെ മോളെ ഇഷ്ടപ്പെടുന്നവരെ കെട്ടണവര് കെട്ടിയാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാറ് അതിന് സമ്മതിച്ചില്ല. സാർ എന്നെ ഷൗട്ട് ചെയ്ത് വഴക്ക് പറഞ്ഞു. അത് വാടകയൊക്കെ പിള്ളേര് കൊടുത്തോളും, അത് മാറിയേ ഒപ്പം ആ വീട്ടിൽ നല്ലൊരു വീട് വാങ്ങണം, വീട് നോക്കണം എന്ന് പറഞ്ഞ് വീട് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഷൗട്ട് ചെയ്തപ്പോ എനിക്ക് പിന്നെ വേറെ ഒന്നും തിരിഞ്ഞു വരില്ല. സാറ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാണാൻ പറഞ്ഞ എന്റെ അപ്പാപ്പൻ ഒരാള് മതി അത് തെറ്റിച്ച് കളയാൻ വേണ്ടി വീട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയുണ്ടല്ലോ എന്ന്. ഞാനാട്ടത് അങ്ങനെ ഒരു 10,000 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് അതിന്റെ അടുത്തായിട്ട് തന്നെ എന്നെ ഒരു കൂട്ടുകാരന്റെ വീട് ഓട്ടോ അവൻ മുകളിലത്തെ നിലയിൽ എനിക്ക് താഴത്തെ നില തന്ന് അവിടെ വീടെടുത്ത്. അവ എന്റെ മോനും കൂടി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്റെ മോനും കൂടി അങ്ങ് മോളെ അടുത്തങ്ങ് പോയി, മസ്കറ്റിൽ പോയി. അപ്പോൾ നമ്മൾ രണ്ടുപേരും പേരിച്ച്, ഇനി നമ്മൾ ഈ പിള്ളേര് കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നമ്മള് വീട് വാടകയ്ക്ക് അടുത്ത് ഇനി ഇവിടെ കിടക്കും 10,000 രൂപ, നമുക്ക് നാട്ടിൽ അങ്ങ് പോയാലോ, അവിടെ പോയി ഏതെങ്കിലും ചർച്ചിന്റെ കൂട്ടായ്മ കൂടി നമുക്ക് പിള്ളേർ വരുമ്പോ അങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ആലോചന എന്റെ സഭയിൽ ഞാൻ പറയുകയുണ്ടായി. സഭയിൽ പറഞ്ഞ പാസ്റ്റർ കൂടി അന്ന് സഭയിലെ മൂപ്പനായിരിക്കുന്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർ, റിട്ടയർഡ് പ്രൊഫസർ തോമസ് വർക്ക് എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് നമ്മളെ സഭയിലെ മൂപ്പൻ. അപ്പൊ സാറിന്റെ കാറൊക്കെ ഓടണം, ഞാൻ സാറിന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമ്പോ കാറൊക്കെ. അപ്പൊ ഈ ആലോചന ഞാനും എന്റെ വൈഫുമായിട്ട് ചെന്ന് പറഞ്ഞപ്പോ ഇവര് പാസ്റ്ററും ഈ സാറുമായിട്ട് ഒരു ആലോചന എടുത്ത്, അത് ഇനി മധുവിനെ നാട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഇനി പഴയ മധു ആയി പോണെങ്കിൽ അത് ഒരു ഇതാണ്. മധുവിനെ ഇനി നമ്മൾക്ക് അങ്ങോട്ട് വിടണ്ട, കൂടെ എവിടെയെങ്കിലും ഒരു വീട് നോക്കാം. അപ്പോൾ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറ്, സാർ എന്തോന്ന് പറഞ്ഞ ഭാഷ എന്തോന്നാ പറയണേ, ഇത് കളിയാണ്. വീടെന്ന് പറയണ 1 സെന്റ് ഭൂമി വാങ്ങിക്കാൻ നമ്മളെ കാശില്ലാതിരിക്കും, ഒരു വീട് എന്ന് പറയുന്നത് ശരി. അങ്ങനെ ഇരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ 10,000 രൂപയുടെ വീട്ടിൽ നമ്മൾ താമസിക്കണം. അപ്പൊ എന്റെ ഈ കൊച്ചു വീട്ടില്
ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിനൊക്കെ ആളുകൾ മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്, വളരെ ബുദ്ധിമുട്ട്, കിടക്കാൻ തലയിൽ റൂം എടുക്കണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അവർക്ക് ഒരു ദിവസമെങ്കിലും നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അഭയം പ്രാപിക്കാം. ഭക്ഷണമൊക്കെ നമ്മൾ വെച്ചുകൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പലർക്കും മെഡിക്കൽ കോളേജിൽ. അപ്പൊ ഒരു വീട്, അപ്പോൾ നമുക്ക് ഈ ബന്ധമില്ല ഈ വീട്ടില്. നമ്മളെ കുടുംബമായോണ്ട് ആ വീട്ടിൽ കിടക്കണമെന്നേ ഉള്ളൂ. മറ്റൊരാളിനെ താമസിക്കേണ്ട ഒരു സൗകര്യം കുറവാ. അങ്ങനെ ആഗ്രഹിച്ചില്ല. അങ്ങനെ ആഴ്ചക്ക് 10,000 രൂപ വീട് വന്നപ്പോൾ 4 ബെഡ്റൂം, കിച്ചൺ, ഹാള്, സിറ്റൗട്ട് എല്ലാം ഉണ്ട് ഈ 10,000 രൂപയ്ക്ക്. അങ്ങനെ വന്നപ്പോ പാസ്റ്ററെ, ഇതെല്ലാം ഒരു ദൈവ പ്രവൃത്തിയാണ്. എനിക്കൊരു വീട്, നമ്മൾ എന്റെ പുതിയ വീട്ടിലിരുന്നാണ് 4 വർഷമായി വീട്ടിൽ താമസമായിട്ട്. ദൈവം 50,000 രൂപ വരെ വീട്ടിലിരുന്നാണ് സാക്ഷി പറയും. കടമുണ്ട്, 10,000 രൂപ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചപ്പോഴും എന്റെ ആഗ്രഹം ഇതാണല്ലോ, ഈ ആലപ്പുഴയിൽ നിന്ന് ഒരു ദേവദാസനെ കുഞ്ഞിനെ മെഡിക്കൽ കോളേജില് RCCയിൽ ചികിത്സയ്ക്ക് വന്നപ്പോൾ നമ്മളെ ചർച്ചിൽ വിളിച്ചറിയിച്ച്, പാസ്റ്ററെ വിളിച്ചറിയിച്ച്, പാസ്റ്റർ പരിചയമുള്ള ഒരു പാസ്റ്റർ വിളിച്ചറിയിച്ച് ഇങ്ങനെ ഒരു ദേവദാസൻ അവിടെ വന്നിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ മറ്റിന്റെ കൂട്ടില് ഇരിക്കുന്ന ഇരിപ്പുണ്ട്, ചെന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചർച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസമാണ് ചർച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ദേവദാസനും വേറൊരു സഹോദരനുമായിട്ട് പോയി ബൈക്കെടുത്ത് പോയി ഈ ദേവദാസനെ കണ്ട്. അവിടെ ഒരു ചർച്ചോക്കോട് എന്ന് പറയുന്ന ചർച്ചുണ്ട് RCCയുടെ ബാക്കിൽ. അവിടെ റൂമൊക്കെ ഉണ്ട്. അവിടെ വിളിച്ചോണ്ടൊന്ന് ആക്കി. അങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു, ദൈവമേ, നമ്മളിപ്പോ എല്ലാ സൗകര്യമായിട്ട് ദൈവം തന്നല്ലോ. അങ്ങനെ ഞാൻ ഈ ദേവദാസനെയും കൂട്ടി 5-6 ദിവസം കഴിഞ്ഞ് ദേവദാസനെയും കൂട്ടി ഞാൻ ഈ ദേവദാസൻ താമസിക്കുന്ന അവിടെ ചെന്ന് ചാരിറ്റി സ്ഥലത്ത് എന്നിട്ട് ഈ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്റർ വരൂല്ല. പാസ്റ്റർ പറഞ്ഞു വേണ്ട. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹം പാസ്റ്ററായിട്ട് കളയല്ലേ എന്ന് പറഞ്ഞു. പാസ്റ്റർ വണ്ടി കയറുന്നു. നമ്മളെ വീട് സ്ഥലമുണ്ട്. അങ്ങനെ മനസ്സോടെ കഴുകിട്ട തുണി എല്ലാം കൂടി ബക്കറ്റ് പിടിച്ച് എടുത്ത് പാസ്റ്ററായി ഈ കൊച്ചുമായിട്ട് എന്റെ ആട്ടോയിൽ കയറി നമ്മൾ വീട്ടിൽ വന്ന് താമസം. അന്നോട്ട് പിന്നെ ഒരു ചെക്കപ്പിനൊക്കെ വരുമ്പോഴേ എന്റെ വീട്ടിൽ താമസിച്ചോണ്ട് എന്റെ ആട്ടോയിൽ എന്റെ ബൈക്കുണ്ട്. എനിക്ക് ബൈക്കുണ്ട്. ബൈക്ക് ഞാൻ ദേവദാസനങ്ങൾ കൊടുക്കും. പോവാനും വരാനും ഒക്കെ എന്റെ വീട്ടിൽ താമസിച്ചോണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ദേവദാസനോട് പറഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചു, എത്ര രൂപ മധുവിന്റെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പാസ്റ്ററെ, നുള്ളി പറക്കി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ നമ്മളെ കാണും. പോസ്റ്റ് ഓഫീസിൽ മോളൊക്കെ പോയത് ഒരു പൈസ ചെലവില്ലാതെ പോയത്. ടിക്കറ്റ് മാത്രമേ നമ്മളെടുത്ത 25 പൈസ എന്ന് നമുക്ക് ജോലി. അപ്പോൾ ടിക്കറ്റ് മാത്രം 5 ലക്ഷം രൂപ നമ്മളെ കാണും. നുള്ളി പറക്കി എല്ലാം കൂടി അരിച്ചു പറക്കി എടുത്ത് 5 ലക്ഷം രൂപ കാണുമെന്ന് പാസ്റ്റർ കൂടി പറഞ്ഞു. ഈ സാറും ഈ 5 ലക്ഷം രൂപ വെച്ച് വീട് നോക്കി, ഒരുപാട് വീടുകൾ പോയി നോക്കി. എല്ലാം 50 ലക്ഷം, 40, 45 ലക്ഷം, 60 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ. അതുകൊണ്ടുള്ള ചർച്ചിന് അടുത്തോട്ടല്ല ദൂരെയൊക്കെ. അപ്പോഴതൊന്നും വീടൊന്നും ഇല്ല, അങ്ങനെയുള്ള ഒരു സൗകര്യമൊന്നും ഇല്ല. അങ്ങനെ ആയപ്പോഴും ഞാൻ ഇപ്പൊ ഇരുന്ന് സാക്ഷ്യം പറയുന്ന വീട് വന്നു കണ്ട് എന്റെ ചർച്ചിന്റെ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ, കഷ്ടിച്ചൊരു 6 കിലോമീറ്റർ, 5-5.5 കിലോമീറ്റർ ഉള്ളൂ. ശ്രീകാര്യം ഉള്ളൂർ, ചർച്ച് ഉള്ളൂരാണെങ്കിൽ ഇത് ശ്രീകാര്യത്തിന്. ഈ വീട് എന്റെ കൂട്ടുകാരന്റെ വൈഫ് OLC കടന്നിട്ടെടുത്ത് ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ഈ വീട് വന്ന് കണ്ടപ്പം പാസ്റ്ററും സാറും ഒക്കെ ഇത് മധുവിനുള്ള വീടാണെന്ന് പറഞ്ഞ് പിന്നെ വീടൊക്കെ കണ്ട് ഈ എന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവദാസനെ ഈ കൊച്ചു കുടുംബം ഒക്കെ വന്ന് ഈ വീട് കണ്ട് എന്നിട്ട് പറഞ്ഞു അവൾ വീട് ചോദിച്ചും പറഞ്ഞിട്ട് ഒരു ഗൾഫുകാരൊരു മേശിരി വെച്ചതാ വീട് കൊടുക്കാൻ കരുതി വെച്ചതാ. ഒരു വീടുണ്ട്, ഒരു വീട് വെച്ച് വിൽക്കാൻ വേണ്ടി. അങ്ങനെ ഈ വീട് വന്ന് കണ്ട് 50 ലക്ഷം രൂപ, 51 ലക്ഷം രൂപ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു പുള്ളിക്കാരോട്. ഞാൻ ഇങ്ങനെയാണ് വാടക വീട്ടിൽ തമിഴ് ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് താല്പര്യം, നിങ്ങളെ മനസാക്ഷി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ലോൺ എടുത്താണ് വാങ്ങിക്കുക. അപ്പോൾ എന്റെ മോകൾ, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതി, അല്ലാതെ ഇത് സ്വപ്നം പോലും എനിക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ ടൗണിൽ ഒരു വീട് വാങ്ങിച്ച് അതിന്റെ വിഷയം എന്ന് വെച്ചാൽ, എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ താമസിച്ചൊരു വീടാണ്. എന്റെ വീട്ടിൽ അവിടെ എല്ലാവരും അവരെന്നെ അമ്മയും അപ്പനും ഉപേക്ഷിച്ചു. കർത്താവ് എന്റെ കൈവിട്ടില്ല. കർത്താവിനെ എന്റെ അപ്പനും അമ്മയും സഹോദരനും ഒക്കെ എന്നെ ഉപേക്ഷിക്കുന്നത് എന്റെ കർത്താവിന്റെ കൈവിടാതെ അണച്ച വഴികളെ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ 5 ലക്ഷം രൂപ ഞാൻ കൊടുത്തു. അതിനെ പ്രാർത്ഥിച്ചു. അത് ബൈബിളിൽ പറയുന്നുണ്ട്. ആ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 ചെറുമീനും ആ ബാലൻ കൊടുത്തപ്പോഴേ എന്റെ കർത്താവ് പ്രാർത്ഥിച്ചു, ഈ 1000 ബലി കൊടുത്തതുപോലെ 5 ലക്ഷം രൂപ ഞാനൊന്ന് കൊടുത്തു. 5 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ വീട്ടിന് 10 ലക്ഷം രൂപ വേറെ ആളുകൾ നിൽപ്പുണ്ട്. 10 ലക്ഷം രൂപ ആരാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? അവർക്ക് പെട്ടെന്ന് ആരാണ് അഡ്വാൻസ് കൊടുക്കുന്നത് പറഞ്ഞു. 5 ലക്ഷം രൂപ പ്രാർത്ഥിച്ചു. 10 ലക്ഷം ആക്കിയത്. 10 ലക്ഷം ആക്കിയ ആഴ്ചയിൽ തന്നെ കൊണ്ടുവന്ന് ഇതിന് അഡ്വാൻസ് കൊടുത്തു. 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് അതിന് മുമ്പായിട്ട് ദൈവം മോളെ കയറ്റി വിട്ടല്ലോ. ദൈവത്തിന്റെ പദ്ധതി നോക്കണം. അല്ലാതെ ഒരിക്കലും ഒരു ബാങ്കുകാരൻ 37 ലക്ഷം രൂപ നമുക്ക് ലോണ് തന്നു 1 മാസം കൊണ്ട്. പക്ഷേ 3 മാസത്തെ കാലാവധി വീട്ടിന്റെ ഉടമസ്ഥൻ എനിക്ക് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ അതിനൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ലോണ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ പൈസ ഞാൻ അങ്ങ് തരും എന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ എനിക്ക് മടക്കി തരും. വേറെ വീട് ആള് വന്നു കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് തരാം. അല്ലാതെ ഇതിനൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരാം. നിങ്ങൾ 10 ലക്ഷം രൂപ എനിക്ക് 1 മാസം കൊണ്ട് എനിക്ക് ഫെഡറൽ ബാങ്കുകാർ എന്റെ മോളെ സാലറി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതിന്റെ റെക്കോർഡിൽ എനിക്ക് 37 ലക്ഷം രൂപ എന്റെ ആ ബാങ്കുകാരൻ എനിക്ക് 1 മാസം കൊണ്ട് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ 47 പ്രമാണ കൂലി എല്ലാം കൂടി 50 ലക്ഷം രൂപ എനിക്ക് വീട്ടിന് 50 ലക്ഷം രൂപ വീട്ടിലാണ് ഞാൻ ഇന്ന് എന്റെ കുടുംബം ഞാനും ആയിരിക്കുന്നത്. ഈ വീട്ടിൽ പെട്ടെന്നൊരു മാറ്റമാണ്. എന്റെ വീട് മാറിക്കൊടുക്കണമെന്ന ഇതെല്ലാം ഒരു പദ്ധതി. അത് ഞാൻ പറഞ്ഞു തിരക്കിന്റെ ഇടയിൽ കൂടി വിട്ടുപോയി. ഈ എന്റെ കൂട്ടുകാരൻ പറഞ്ഞ അവന്റെ മോളെ MBBS പഠിക്കാൻ വേണ്ടി ഞാൻ വീട് ഒറ്റയ്ക്ക് കൊടുക്കുന്നു. അതാണ് ഇതിന്റെ തുടക്കം കാര്യം. അവിടെ നിന്ന് നാട്ടിൽ പോണെന്ന് പറഞ്ഞ കാര്യം. വീട് ഒറ്റയ്ക്ക് കൊടുക്കുന്നു. അതെല്ലാം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. വീട് ഒറ്റയ്ക്ക് കൊടുക്കുന്നത് മാറി തരുമോ? ഞാൻ പറഞ്ഞത് നിന്റെ വീട് നീ എപ്പോഴും പറഞ്ഞാലും ഞാൻ മാറി തരാമെന്ന് പറഞ്ഞു. അപ്പൊ മാറി തരാം, ഞാൻ ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത മാസം ഞാൻ മാറി തരുമെന്ന് പറഞ്ഞു. ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത മാസം ഞാൻ നിന്റെ വീട് ഒഴിഞ്ഞു തരുമെന്ന് പറഞ്ഞു. 12 മാസമായി. 1 വർഷത്തേക്കാണ് എഗ്രിമെന്റ്. എനിക്ക് 9 മാസേ ആയുള്ളൂ നമ്മുടെ അവിടെ താമസമായിട്ട്. ദൈവം സഹായിക്കണമെങ്കിൽ ആ വീട് ആ ഡേറ്റിന് ഞാൻ ധൃതി വെച്ച് ഈ വീട്ടിന് അഡ്വാൻസ് കൊടുത്ത് പ്രമാണം 5 മണിയായപ്പോ എനിക്ക് ഈ പ്രമാണം പതിഞ്ഞ് കിട്ടി. ഈ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നേരത്തെ ആ വീട്ടിന്റെ ഉടമസ്ഥൻ ആളെ വിട്ടിരുന്നു. രാവിലെ ക്ലീൻ ചെയ്ത് നേരെ ഞാനും എന്റെ ഭാര്യയും പ്രമാണം പതിഞ്ഞോടം വീട്ടിൽ ചെന്ന് ഓട്ടോ ഓടിച്ചെന്ന് വീട്ടിൽ പോയി ഗ്യാസ് സ്റ്റവ് എടുത്ത് അടുപ്പെടുത്ത് ഗ്യാസ് കുറ്റി എല്ലാം എടുത്ത് ഒരു ചർച്ചിലെ പാസ്റ്റർ വിളിച്ച് ഈ സാറ് 2-3 കുടുംബമായിട്ട് വന്ന് ഈ എന്റെ ഇപ്പോഴും വീട്ടിന്റെ അടുത്ത് താമസിക്കുന്ന അവരിലാണ് ഈ വീട്ടിന്റെ താക്കോൽ. അവര് പോലും അറിഞ്ഞില്ല ഈ വീട്ടിൽ താമസമായത്. സന്ധ്യാ സമയത്ത് തന്നെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ സെന്ററിന്റെ പാസ്റ്ററെ വിളിച്ചായിരുന്നു. സെൻട്രൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച്, സെൻട്രൽ പാസ്റ്ററും കൂടി എനിക്ക് 1 ലക്ഷം രൂപ തന്ന് കടമായിട്ടന്ന് ആ പാസ്റ്ററേയും കൂടി വിളിച്ച് പ്രാർത്ഥിച്ച് സെൻട്രൽ പാസ്റ്റർ പ്രാർത്ഥിച്ച് വീട്ടിൽ കയറി നമ്മൾ ചായ ഇട്ട് മധുര പിന്നെ ലഡു ഇത് വായിച്ച് എല്ലാവരും കൊടുത്ത് അന്ന് നമ്മളെ ഈ വീട്ടിൽ താമസമായി പ്രമാണം പതിക്കണേണ്ട അന്ന് സന്ധ്യാ സമയത്ത് നമ്മൾ ഈ വീട്ടിൽ പ്രാർത്ഥിച്ച് കയറി താമസമായതാണ് ഈ വീട്. അങ്ങനെ ദൈവം എന്നെ ഇന്ന് വരെ നടത്തുന്നു. അപ്പോഴ് എന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ക്രമീകരിച്ചു. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു. കുറവുകളുണ്ട് എന്റെ ജീവിതത്തിൽ, വിലക്കുന്നതുകൊണ്ട് കുറവുകളുണ്ട്. അതെല്ലാം എന്റെ കർത്താവിനറിയാം. പക്ഷെ മനുഷ്യന് നോക്കുമ്പോൾ മധു ഭക്തനാണ്, മധു ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു കാര്യങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ മുമ്പേ ഞാൻ കുറവുള്ളവനാ. ഇപ്പോഴും അതെല്ലാം എന്റെ ദൈവത്തിനറിയാം. എന്റെ കഴിവിന്റെ പരമാവധി ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട്. എനിക്ക് കുടുംബം
ഇതെല്ലാം ദൈവം എനിക്ക് തന്നു. ഇന്ന് എന്നെ ഐശ്വര്യമായിട്ട് ദൈവം നടത്തുന്നുണ്ട്. എന്റെ മക്കളെ കല്യാണം കഴിച്ചു. എന്നാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ. ഞാൻ ഈ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ദൈവം തന്ന ആലോചന എന്ന് വെച്ചാൽ, നിങ്ങളെ മകളെ ഒരാള് വരും എന്റെ മകന്റെ കൂട്ടത്ത് അയക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വേറെ ഒക്കെ ചോദിച്ചോണ്ട് ഈ വിശ്വാസ കോളത്തിൽ വന്നു. അതെല്ലാം ദൈവിക കാര്യങ്ങൾ. അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അങ്ങനെ ഞാൻ ഒരു പാസ്റ്റർ തന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നു. മസ്കറ്റിലുള്ള പയ്യൻ തന്നെ വന്നു, പാസ്റ്റർ മോനുണ്ട്, ഇങ്ങനെ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിച്ചപ്പോ നമ്മളില്ല ഒന്ന് കൊടുക്കാൻ വേണ്ടിയില്ല. ഭൂമിയുണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരു കാശ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് ഇങ്ങനെ വല്ലാതെ വേദനിപ്പിച്ചു. അവരൊന്നും ഞാൻ കുറ്റം പറയുന്നത് എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ കരഞ്ഞു പാസ്റ്ററെ, ഞാൻ കരഞ്ഞൊരു വീട്ടിൽ ജോലിയാക്കി നിൽക്കുമ്പോൾ ദൈവമേ ഈ വിശ്വാസത്തിൽ വന്ന് അങ്ങനെ അല്ലല്ലോ എനിക്ക് ദൈവം തന്ന ആലോചന. ഇങ്ങനെ ഈ കൊടുക്കല് വാങ്ങല് ചോദിക്കുന്ന ആളല്ലല്ലോ എനിക്ക് പറഞ്ഞത് ദൈവം തന്ന്. ഇങ്ങനെ എന്റെ മോളെ അയക്കുമൊന്നുമില്ലേ ചോദിച്ചോണ്ട് വരുമോന്ന് പറഞ്ഞത്. അപ്പോൾ അതല്ലല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു. ആ വീട്ടിന്റെ ആളാരും കണ്ടില്ല. അന്ന് ഞാൻ ഒരു വകയും കഴിക്കാതെ ആ വീട്ടിൽ നിന്ന് ഒരു സാറിന്റെ വീട്ടില വിശ്വസിക്കാം, സാറിന്റെ വീട്ടില എന്നെ പേനും ഉടയ്ക്കാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കും. അപ്പൊ അവിടെ ആന്റി പറഞ്ഞു, മധു ചായ കൂടി മതി. വേണ്ട ആന്റി, വേണ്ട ആന്റി. ഞാൻ ഒന്ന് കരയണേ, ജോലി ചെയ്യണേ, കരയാണ്. ഈ വിഷയത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കരുത്. ഇങ്ങനെയാണോ ഈ വിശ്വാസ കോളത്തിൽ ഇങ്ങനെ ഉണ്ടോ, ഇതൊക്കെ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ കരഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് കണ്ണ് മുഴുക്കെ ഞാൻ കരച്ചിലായിരുന്നു. കരഞ്ഞ് പിറ്റേന്ന് 3 ഈ സാറിനെയും കൊണ്ട് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ വന്ന് എന്റെ മോളെ ആലോചന ഈ കായംകുളത്തിന് ചെട്ടികുളങ്ങര അവിടെ നിന്ന് നമ്മളെ പോലെ വിശ്വാസത്തില് ഇറങ്ങിയ ഒരു മകൻ, അവൻ വിദേശത്താണ്. അങ്ങനെ ഒരാലോചന വന്ന് ഞാൻ ചോദിച്ചു. പാസ്റ്ററാണ് എന്നെ വിളിച്ച, ചർച്ചോക്കോടില്ല പാസ്റ്റർ. ഈ മോന്റെ സഹോദരിയെ കെട്ടിയ പാസ്റ്ററാണ് എന്നെ വിളിക്കുന്നത് അളിന് വേണ്ടി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പിന്നെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചു. ഡിമാൻഡ് ഒന്നുമില്ല പപ്പ, ഡിമാൻഡ് ഒന്നുമില്ല. മോളെ അയച്ചു. അങ്ങനെ എന്റെ മോളെ കല്യാണം കഴിച്ചയച്ചു. ഇപ്പൊ 2 പേരും, എന്റെ മോള് കഴിഞ്ഞ മാസം ജനുവരിയിൽ അവളെ ജോലി റിസൈൻ ചെയ്തിട്ട് നേരെ ഷാർജയിലാണ്, മോന്റെ കൂട്ടത്താണ്. ഇപ്പൊ 2 പേരും ഒരിടത്തുണ്ട്. അവർ സുഖമായിട്ട് അവിടെ ആയിരിക്കുന്നു. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്തിരി കാര്യങ്ങളുണ്ട് പാസ്റ്റർ, ഇത്തിരി കാര്യങ്ങളുണ്ട്. സമയം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ നടന്നുപോയ ഒട്ടനവധി കൈപ്പേറിയ അനുഭവങ്ങൾ. ബ്രദർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നമുക്ക് വെളിയിലുള്ള ആൾക്കാരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭവനത്തിലുള്ള ആൾക്കാരെ നമ്മൾക്ക് എന്തു ചെയ്യാൻ പറ്റും? അതെ, ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പല ധൈര്യശാലികളും പരാജയപ്പെട്ടു പോകുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ചു. ഒരു കിഡ്നി ഫെയിലായി, അടുത്ത കിഡ്നിക്കും പ്രോബ്ലം വന്നു. പക്ഷെ ഇന്നും ആ കിഡ്നിയും വെച്ചുകൊണ്ട് മധുവിനെ ദൈവം ഇന്ന് നടത്തുന്നു. അനേകർക്ക് ആശ്വാസമായ പട്ടണത്തിൽ ദൈവം നടത്തട്ടെ. ആശ്രയമില്ലാതെ കടന്നു വരുന്നവർക്ക് ആശ്വാസമായി, തണലായി, തണുപ്പായി ആ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ആദരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഈ സന്ധ്യാകാലം കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കണ്ണുകളടയ്ക്കാം ഒരു നിമിഷം. ചുരുക്കം വാചകൾ മധുബ്രതര ഒരു ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ സ്വർഗത്തിൽ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് സന്ധ്യാസമയത്ത് കർത്താവെ അവിടെ നിന്ന് എനിക്ക് ഒരുക്കി തന്ന കർത്താവെ, ഈ ടിവിയിൽ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസി എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓരോരുത്തരെയും പേരുപേരായി അവിടുത്തെ കരങ്ങളിൽ എളിയവനായ കർത്താവെ അടിയങ്ങൾക്കും ഈ ഒരു അവസരം എന്റെ ദൈവം ഒരുക്കുമല്ലോ. എന്റെ ഈ സാക്ഷ്യം കർത്താവ് എന്റെ ജീവിത
സാക്ഷ്യങ്ങൾ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം നന്നായി ഭാഗ്യത്തെ ഓർത്ത് നന്ദി കരയറ്റുന്നു. ഈ അവസരവും എന്റെ ദൈവം ഒരുക്കിയനായി ഈ കേൾവിക്കാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അതെല്ലാവർക്കും ഒരു അനുഗ്രഹവും വിടുതലുമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ അറിയാൻ മടി കാണിച്ച് നിൽക്കുന്നെങ്കിൽ, കർത്താവ് അമ്മ കൈവിട്ടാലും അപ്പോൾ ഉപേക്ഷിച്ചാലും എന്റെ രോഗ അവസാനത്തോളം ഞാൻ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത് ഈ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ അവസരം ഒരുക്കി തന്ന ഈ ജോയ്സ് ടിവിക്കായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദേവദാസിയെ കുടുംബത്തെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് അതൊരു കർത്താവെ ഒരു അവസരം അവിടെ ലഭിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായി വേഗം കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുന്നു കർത്താവ്. തിരുവചനം പറയുന്നു, അത്തി തളിർക്കുമ്പോൾ മുതലായ എല്ലാം തളിർക്കുമ്പോൾ നിങ്ങൾ വേനലെടുത്തെന്ന് മനസ്സിലാക്കുന്നത് പോലെ എന്റെ അൽപനാഥന്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. ആ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യായടികളെ ഒരിക്കൽ കൂടി താഴ്ത്തുന്നു. എന്റെ പ്രാർത്ഥനയാചന മഹത്വം കെടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.